കള്ളന്മാരുടെ ഇടയിൽ പോലും കള്ളന്മാരുണ്ടെന്ന് പറയും. ഫോൾസ് പ്രീറ്റ്സ് ഉണ്ട്. അച്ഛൻ്റെ കുപ്പായ ഇട്ടിട്ട് പള്ളിയിൽ അച്ഛനായിട്ട് നടന്നവരുണ്ട്. ഇത് കുട്ടി ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞു. എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ഇതിൽ തന്നെ വിഷ്വൽസിൽ കാണാം കുട്ടിയുടെ മേലൊരു ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയിട്ട്. അപ്പോൾ അവർ ആ ഒരു വിശ്വാസം ഉൾക്കൊണ്ടിട്ട് അവരിങ്ങനെ പറഞ്ഞു, എൻ്റെ വാർഡിൽ ആരും മരിക്കത്തില്ല. അന്ന് മുതൽ അവരത് എല്ലാം നടന്നു, ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് മനസ്സിലായത് വ്യാജ കോടതിയായിരുന്നു. വെൽക്കം ബാക്ക് ടു ഓപ്പൺ ടോക്ക്. നമ്മുടെ ഈ പോഡ്കാസ്റ്റിലേക്ക് അടുത്ത എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില എപ്പിസോഡ്സ് പലർക്കും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. എസ്പെഷ്യലി ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇസ് മിറക്കിൾ ഹീലിംഗ് സയൻറ്റിഫിക് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് നമ്മൾ. ഇത് കുറേ എനിക്ക് തോന്നുന്നു ശാസ്ത്രത്തെക്കുറിച്ച്, സയൻസിനെ കുറിച്ച് കുറേ കേട്ടു. ഒരു ഫിസിക്സ് ക്ലാസ്സിൻ്റെ ഒരു അധ്യാപകൻ്റെ കീഴിലിരിക്കുന്ന പോലെ ഇടയ്ക്ക് എനിക്ക് തോന്നിപ്പോയി. പാസ്റ്റർ പണ്ടൊരു ടീച്ചറായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഫിസിക്സ് മെയിനായിരുന്നു. ഫിസിക്സ് പഠിപ്പിക്കുകയായിരുന്നു, ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഡോസ് നമുക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടി. ബട്ട് ഈ ആഴ്ച നമ്മൾ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. ഒത്തിരി പേർ കഴിഞ്ഞ ആഴ്ച ക്വസ്റ്റ്യൻസ് ഇട്ടു. അതിൽ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. പലർക്കും ചിലർക്ക് ചോദിക്കാൻ മടിയായിരുന്നു, ബട്ട് നിങ്ങൾക്ക് വേണ്ടി വേറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അവരുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ പല വിശ്വാസത്തിന് എതിരെയായിട്ട് നിൽക്കുന്ന പല വ്യക്തികൾ പോലും ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അല്ലേ. അതെല്ലാം നമ്മൾ ഒന്നൊന്നായി നമ്മൾ എടുത്ത് നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ അതിനെ ആൻസർ ചെയ്യാൻ പോവുകയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വി വിൽ സ്റ്റാർട്ട് റൈറ്റ് നൗ. സത്യം പറയട്ടെ, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ ഒരു ആപ്തവാക്യം പോലുമാണ് സത്യമേവ ജയതേ എന്ന് പറയുന്നത്. അതുകൊണ്ട് സത്യം എല്ലായ്പ്പോഴും ജയിച്ചിരിക്കും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം അല്ലേ. അപ്പോൾ ഈ റാപ്പിഡ് ഫയറൊക്കെ പോലെ റെഡി ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒത്തിരി ബുദ്ധിമുട്ടുള്ളതൊന്നും ചോദിക്കരുത്. പക്ഷെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളാണിത്. ഈ നമ്മുടെ ലോകത്തെ മുഴുവൻ പിടിച്ചലച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു 2020. ഒരു വലിയൊരു മഹാമാരി, കൊറോണ എന്ന പേരിൽ വന്ന് രൂപപ്പെട്ടു വന്ന മഹാമാരി. ആ ഒരു വലിയ മഹാമാരിയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രവും വൈദ്യശാസ്ത്രവും ഒക്കെ കിണഞ്ഞു പരിശ്രമിച്ചു. അന്ന് നിങ്ങളിൽ പല ആളുകളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, കേരളത്തിൽ തന്നെ ആരോഗ്യ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് കാഴ്ചവെച്ച എന്താ പറയുക, വളരെ ശക്തമായിട്ടുള്ള സേവനങ്ങൾ. അത് മറ്റെല്ലായിടത്തും പ്രശംസിക്കപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ അതിനകത്ത് വാക്സിൻ ഒക്കെ വന്നു നമുക്ക് അതിന് പരിഹാരമായിട്ട്. എന്താ പറയുക, വാക്സിനേഷൻ, എല്ലാവരും തന്നെ വാക്സിൻ എടുക്കണം, ഓരോ പ്രായത്തിലുള്ളവർക്കുള്ള ആദ്യത്തെ ചാൻസൊക്കെ തന്നു, വാക്സിനൊക്കെ തന്നു. അപ്പോൾ സാധാരണ ഈ അത്ഭുത രോഗശാന്തിയുടെ കാര്യങ്ങൾ പറയുമ്പോഴേ സാധാരണ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിനകത്ത് ചിലർ ചോദിച്ചൊരു ചോദ്യമാണ്, പൊതുവെ പരക്കെയുള്ളൊരു ചോദ്യം കൂടിയാണത്. ഈ അത്ഭുത രോഗശാന്തിക്കാരൊക്കെ ഈ കൊറോണ കാലത്ത് എവിടെ പോയി ഒളിച്ചിരുന്നു എന്നുള്ളതാണ്. വീട്ടിലുണ്ടായിരുന്നു, വീട്ടിലിരിക്കാൻ പറഞ്ഞു, പുറത്തിറങ്ങാൻ പാടില്ലല്ലോ. എല്ലാവരും അവരുടെ വീടുകളിലുണ്ട്. എന്തുകൊണ്ട് ഈ കൊറോണയുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരത്ഭുതമൊന്നും നടത്താനായിട്ട് ആർക്കും പറ്റിയില്ല? വീട്ടിലിരിക്കുമല്ലേ, പുറത്തിറങ്ങാൻ പാടില്ല, വായ മൂടി കെട്ടി വെച്ചിരിക്കുന്നു, ഹോട്ട്സ്പോട്ടുകൾ, പിന്നെ എന്താണ് എല്ലാം അടച്ചിടുന്ന കണ്ടെയ്ൻമെന്റ് സോൺ. ഒരാൾക്കും പുറത്തിറങ്ങാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഈ വാക്കുകൾ കേട്ടിട്ട് എന്തോ ചെറിയ ഓർമ്മകൾ, പഴയ ഓർമ്മകൾ വരുന്നത്. പക്ഷെ ഒത്തിരി പേര് ചോദിച്ചു, ഈ അത്ഭുത രോഗസൗഖ്യക്കാർ എവിടെയായിരുന്നു? അതെ, സിമ്പിൾ ആൻസർ, എല്ലാവരും വീട്ടിലിരിപ്പുണ്ട്. കുറെ പേര് സൂമിലുണ്ടായിരുന്നു, വാക്സിനേഷനൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ഞാൻ ജോക്കായിട്ടാണ് പറഞ്ഞതെങ്കിലും ആക്ച്വലി ഒത്തിരി പേർക്ക് അറിയാത്തൊരു കാര്യം, ഈ ഹീലിങ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ആ സമയത്ത് ആളുകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒത്തിരി പേരും ഓൺലൈൻ മീറ്റിങ്ങിലൂടെ, ഹീലിംഗ് മീറ്റിംഗ്സ് നടത്താൻ പാടില്ല, ഹോസ്പിറ്റലിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതെ അതെ, ഇത്ര പേര് മാത്രമേ ഒരുമിച്ച് കൂടി വരാവുന്ന നിയമം. നമ്മളും കുറേയൊക്കെ അനുസരിക്കട്ടെ ഗവൺമെൻറ് പറഞ്ഞ. അതെ അതെ. സോ അങ്ങനെ എല്ലാവരും അവരവരുടെ റെസ്ട്രിക്റ്റഡ് സോണുകളിലേക്ക് മാറിയപ്പോൾ തന്നെ ഒത്തിരി പേർക്ക് അറിയാത്തൊരു കാര്യം, ഈ സമയത്തും ചില ആളുകൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത്, ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലുകളിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള ഹീലിംഗ് റിപ്പോർട്ട്സ് തന്നെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. ഈവൻ ഡോക്ടേഴ്സ്
ഡോക്ടേഴ്സിൽ തന്നെയും അതുപോലെ തന്നെ നേഴ്സസിൽ തന്നെയുമുള്ള ഒത്തിരി ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഈ സമയത്ത് ആക്റ്റീവായിരുന്നു. സ്റ്റേജുകളിലും വലിയ ഹീലിംഗ് ക്രൂസേഡുകളിലും ഒക്കെ ആയിട്ടുള്ളവർ റെസ്ട്രിക്റ്റഡ് ആയിരുന്നപ്പോൾ ദൈവം ഇങ്ങനെയുള്ളവരെ ഹോസ്പിറ്റലുകളിൽ ഒത്തിരി പേര് ഉപയോഗിച്ചു. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ സീസണിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഹീലിങ്സിൻ്റെ മിറക്കിൾസിൻ്റെ എണ്ണം ഭയങ്കരമാണ്. അതെ, എനിക്കിപ്പോഴും ഞാനൊരു സംഭവം കൂടെ പറയുകയാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു വിദേശ രാജ്യത്ത് ഏത് രാജ്യം, ചിലപ്പോൾ ഞാൻ ഈ സംഭവം പറയുമ്പോൾ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഒരു നേഴ്സ് ആ സമയത്ത് ഇട്ടിരുന്ന് ഓടിയായിരുന്നു. അവരുടെ വാർഡിനകത്ത് അതിന് തൊട്ട് മുമ്പ് വരെ ആളുകളിങ്ങനെ മരിക്കുമായിരുന്നു. വാക്സിൻ തുടങ്ങിയില്ല ആ സമയത്ത്, ആളുകളിങ്ങനെ മരിക്കുമായിരുന്നു. പക്ഷേ അവർ ആ സമയത്ത് നമ്മൾ സൂമിലൊരു ഹീലിംഗ് പ്രെയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു അത്. അപ്പോൾ അവർ ആ ഒരു വിശ്വാസം ഉൾക്കൊണ്ടിട്ട് അവരിങ്ങനെ പറഞ്ഞു, എൻ്റെ വാർഡിൽ ആരും മരിക്കത്തില്ല. അന്ന് മുതൽ അവരത് പറയാൻ തുടങ്ങിയതിന് ശേഷം അവരുടെ വാർഡിൽ കൊറോണ ബാധിച്ച അവർ ഓരോ ബെഡിൻ്റെ അടുക്കലും ശുശ്രൂഷിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അവരുടെ വാർഡ് ഓർക്കുന്നുണ്ടോ ആ ടെസ്റ്റ് മണി? എനിക്ക് മിഡിൽ ഈസ്റ്റിലെ ഏതോ രാജ്യത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു റിപ്പോർട്ട് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഈ ഹോസ്പിറ്റലുകൾ നിറഞ്ഞിട്ട് ടെൻ്റ് അടിച്ച് വെക്കുക പുറത്തേക്ക്. അതിൽ 200ഓളം രോഗികളെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. ഇവരതിനകത്തേക്ക് ഇറങ്ങി, ഇവർ പ്രാർത്ഥിക്കും. 200 പേരും ഡിസ്ചാർജ് ചെയ്ത് പോയി. ആ സമയത്ത് ഓർക്കുന്നുണ്ട്, നമുക്കിങ്ങനെ റിപ്പോർട്ട്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. ആ സമയത്തുള്ള ഇപ്പോൾ 2020 തുടക്കത്തിലാണല്ലോ ഈ സംഭവം. ആ സമയത്ത് അതിനുശേഷം ഇങ്ങോട്ടുള്ള മാസങ്ങളിലെ നമ്മുടെ ഓൺലൈൻ മീറ്റിങ്ങുകൾ നോക്കിയാൽ എത്രയോ പേരുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതെല്ലാം പറഞ്ഞാലും ഒരു സ്കെപ്റ്റിക്കൽ മൈൻഡിന് ഇതൊന്നും തൃപ്തികരമല്ല. ബിക്കോസ് ദേ ആർ ഡിസൈഡഡ് ഇങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, റോങ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോകരുത്. ഇത് ഒരു വശം. മറുവശം കേൾക്കണോ? ഈ പറഞ്ഞ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ആ സമയത്ത് ഗവൺമെൻറ്റിനോട് കോഓപ്പറേറ്റ് ചെയ്ത് എത്രത്തോളം നമുക്ക് മനുഷ്യരെ സേവിക്കാമോ അതിലേക്ക് ഇറങ്ങി. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മെഡിസിനെതിരല്ല, ബൈബിൾ മെഡിസിനെതിരല്ല, ബൈബിൾ ശാസ്ത്രത്തിനെതിരല്ല, ഡോക്ടേഴ്സിനെതിരല്ല, സേവനങ്ങൾക്കെതിരല്ല, കോമൺ സെൻസിനെതിരല്ല, ഒന്നിനും എതിരല്ല. സോ ആ സമയത്ത് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പറ്റുന്നത്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായ സമയത്ത് ഓർക്കുന്നുണ്ട്, മാസ്കുകൾ, സാനിറ്റൈസറുകൾ, ബൈപാപ്പ് മെഷീൻ, ഇതെല്ലാം 100 എത്രയോ ലക്ഷങ്ങളുടേത്. ആ സമയത്ത് നമുക്ക് ഈ പൊളിറ്റിക്കൽ ബയസ് ഒന്നുമില്ല. ഏത് പൊളിറ്റിക്കൽ പാർട്ടി വഴിയായാലും സന്നദ്ധ സംഘടനകൾ വഴിയായാലും നമ്മൾ വണ്ടികളിൽ നിറച്ച് ഹോസ്പിറ്റലുകളിൽ ഒക്കെ കൊണ്ടുപോയി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏത് വിധേനയും ആളുകൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ആ സമയത്ത് ആവശ്യം. എന്നാൽ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അകത്ത് വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ടായി. വി ഷുഡ് സ്റ്റാർട്ട് എ ഹീലിംഗ് സർവീസ്. അങ്ങനെയാണ് വെള്ളിയാഴ്ചകളിൽ, ഓർക്കുന്നുണ്ടോ, എല്ലാ വെള്ളിയാഴ്ചകളിലും ഹീലിംഗ് ക്രൂസൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിച്ചു. അങ്ങനെ യെസ്, പലർക്കത് അയറോണിക് ആയിട്ട് തോന്നും, കാരണം കോവിഡ് സമയത്ത് ഹീലിംഗ് ക്രൂസൈഡ്. ബട്ട് ആ സമയത്ത് ആവശ്യം അതായിരുന്നു. നമുക്ക് ഒരു ഫിസിക്കലി ഒരു ഹീലിംഗ് ക്രൂസൈഡ് ഒരു സ്ഥലത്ത് ഫിസിക്കൽ ലൊക്കേഷനിൽ നടത്താൻ പറ്റിയില്ലെങ്കിലും ആ സമയത്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആ സമയത്ത് സൂം കത്തി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. നമ്മൾ കേൾക്കാൻ തുടങ്ങി. ആൻഡ് എല്ലാവരും സൂം പഠിച്ചു. ഈവൻ പ്രായമുള്ള വ്യക്തികൾ പോലും സൂമിൽ കയറി വീഡിയോ ഓൺ ചെയ്ത് നമ്മൾ ആക്ച്വലി ട്രെയിനിങ് കൊടുക്കുമായിരുന്നു. നിങ്ങളെങ്ങനെ വീഡിയോ ഓൺ ചെയ്യണം, എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, നിങ്ങൾ പുറത്തൊരു മീറ്റിങ്ങിന് പോകുന്ന പോലെ തന്നെ നിങ്ങൾ ഡ്രസ്സ് ചെയ്ത് നിങ്ങൾ ക്യാമറ ഫ്രണ്ടിൽ വരണം, അങ്ങനെ എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. സോ ദാറ്റ് അവർക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. കാരണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പലരും പല രോഗങ്ങളാൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സീസൺ ആയിരുന്നു. ബട്ട് ഓരോ ആഴ്ചകളും നമ്മൾ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. അതായത് അതിനകത്ത് മെയിനായിട്ട് എനിക്ക് ആദ്യകാലത്തെ ആ സ്ക്രീൻ ഓർമ്മയുണ്ട്. ആ സ്ക്രീനിൽ 100 കണക്കിന് ആളുകളുള്ളതിൽ വളരെയധികം സ്ക്രീനുകളിലും നമ്മൾ നോക്കുമ്പം ഈ ഹോസ്പിറ്റലിലെ സ്ട്രെച്ചറുകളും ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വെന്റിലേറ്ററിലൊക്കെ ആയിരിക്കുന്ന ആളുകൾ അവരുടെ റിലേറ്റീവ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ പ്രെയർ ഒന്ന് അറ്റൻഡ് ചെയ്ത് ഈ വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഇത് വെള്ളിയാഴ്ചകൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് കൂടാതെ മോർണിംഗിൽ വേറെ മോർണിംഗ് ഗ്ലോറി എന്ന് പറഞ്ഞിട്ട് അതും ഉണ്ടായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച ഇത് തുടങ്ങാനിരിക്കുവാണ്. ആ സമയത്ത് അതിൻ്റെ മുമ്പിലുള്ള
തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ഹീലിങ്ങിനെതിരെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പേരുകൾ പരാമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറങ്ങും. ഇതെല്ലാം തട്ടിപ്പ്. ഓർമ്മയുണ്ടോയെന്നറിയില്ല. യെസ്. ആ വീക്കിൽ ഈ ഫ്രൈഡേ തുടങ്ങാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പ് ഒരു 4-5 ദിവസത്തിന് മുമ്പ് വീഡിയോ ഇറങ്ങുക. ഇതെല്ലാം തട്ടിപ്പ്, ഇതെല്ലാം തട്ടിപ്പ്. മനസ്സിലൊരൽപ്പം ദുഃഖം ഉണ്ടായിരുന്നു, എങ്കിലും നമുക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. ഏതായാലും നമ്മളല്ല സൗഖ്യമാക്കുന്നത്, ദൈവമാണ് സൗഖ്യമാക്കുന്നത്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഒരു ഫ്രൈഡേ ഈവനിങ് ഇതുപോലെ നമ്മൾ ഒത്തിരി പേരിങ്ങനെ സൂമിൽ വരും, നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കും. ആ സമയത്തുണ്ട് ഒരു മഞ്ജുവിന് ഓർമ്മയുണ്ട്. മഞ്ജു എൽദോസ്, മൂവാറ്റുപുഴ ഭാഗത്ത്. എനിക്ക് പറ്റുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് ഇടുക. ആ സമയത്ത് നടന്നൊരു മിറക്കിൾ എനിക്ക് എൻ്റെ ചെറിയ ഓർമ്മയെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ ഈ കുട്ടിയുടെ നട്ടലിന് പ്രയാസം വന്നിട്ട് ജോലി റിസൈൻ ചെയ്യുന്നു. വീട്ടിലാണ്, ചേച്ചിയുടെ കല്യാണം. കോവിഡിന്റെ ഒരു പ്രശ്നം. ആ സമയത്ത് കോവിഡ് വന്നിരിക്കുന്നു. കോവിഡ് ഇവൾക്കും കണ്ടാണ് കോവിഡ് ഡിറ്റക്ട് ചെയ്തത്. ഒറ്റയ്ക്ക് മാറിയിരിക്കും. ഇവള് റൂമിൻ്റെ അപ്സ്റ്റെയറിലാണ്. അപ്പുറത്തെ പന്തലിട്ടു. ഇതെല്ലാം ചെയ്തപ്പോൾ കോവിഡ് വന്നു. ഇവൾക്ക് കോവിഡാണ് ഡിറ്റക്ട് ചെയ്യുന്നു. അതോടുകൂടി എന്താ പറയണേ, ഐസൊലേഷൻ വരുന്നു. ഇവളെല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നു. ഈ സമയത്ത് ഇവൾ തകർന്ന് ഇത് ഓണാക്കുവാണ്. ആ സമയത്താണ് ഹീലിംഗ് ക്രൂസറിൽ ഇവൾ വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും ആ വീഡിയോകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വെറുതെ ഇങ്ങനെ യൂട്യൂബിലൂടെ പോകുമ്പോൾ ഈ വീഡിയോ പോപ്പപ്പ് ചെയ്ത് തോന്നുന്നു, ഈ 2 ദിവസം മുമ്പ്. സോ ഞാൻ അന്ന് അത് ഇന്നും അതിൽ കാണുന്നുണ്ട്. ആൾ ഷർട്ടൊന്നും ഇടാതെ കുറേ പേര് ഇവളെ പിടിക്കുക. ഇവളുടെ മേലൊരു ദൈവത്തിൻ്റെ ശക്തി. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇത് കുട്ടി ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞു, എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ആ ഇതിൽ തന്നെ വിഷ്വൽസിൽ കാണാം കുട്ടിയുടെ മേലൊരു ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങിയിട്ട് അവളെ ബെൽറ്റിട്ടിരുന്ന ബെൽറ്റെല്ലാം അഴിക്കുന്നു. അതിനുശേഷം അവൾ ഇത് പറയുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ സ്റ്റുഡിയോയിൽ വന്ന അവളുടെ റെക്കോർഡിംഗ് ഉണ്ട്. ദിസ് ഇസ് വൺ ഓഫ് ദ മിറക്കിൾസ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 100% ആളുകളും സൗഖ്യമാകുന്നില്ലായിരിക്കാം. 10 പേര് സൗഖ്യം മാത്രം നല്ലതല്ലേ. നമ്മളാരും ദൈവമല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് അയാൾക്ക് സൗഖ്യം കിട്ടില്ല, ഇയാൾക്ക് സൗഖ്യം, ഇത് നമ്മുടെ കൺട്രോളിലിരിക്കുന്ന കാര്യമല്ല. എൻ്റെ കൺട്രോളിലായിരുന്നു ഈ മൊത്തം ഹീലിംഗ് എങ്കിൽ ഞാൻ എല്ലാ ഹോസ്പിറ്റലിലെ മുമ്പിൽ ചെന്നിട്ട് ഇങ്ങോട്ട് പോവാ, 5 വയസ്സ് പോലും നിർത്താൻ പിടിച്ചു, എല്ലാവർക്കും സൗഖ്യം കൊടുത്ത് ഞാൻ വിട്ടേനെ. നോ, ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ലൈക്ക് ദാറ്റ്. ഇതിനെ പറയുന്നത് ദ ഗിഫ്റ്റ് ഓഫ് ഹീലിങ്സ് ആണ്. ദ ഗിഫ്റ്റ്സ് ഓഫ് ഹീലിങ്സ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഇനി ഒരാൾക്ക് എല്ലാവരെയും സൗഖ്യമാക്കാനുള്ള ശക്തി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ ദൈവമായി. അങ്ങനെ ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. സോ ദർ ആർ ലിമിറ്റേഷൻസ്. പക്ഷേ ലോകമെമ്പാടും കഴിഞ്ഞ പോഡ്കാസ്റ്റിലൊക്കെ പറഞ്ഞ പോലെ മില്യൺസിൻ്റെ എക്സ്പീരിയൻസിൻ്റെ സാക്ഷ്യങ്ങളാണ് ഈവൻ ഇൻ്റർനെറ്റിലും ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കിടക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം കുറിക്കൊള്ളുന്നതാണ്, നെഞ്ചിന് വേദന ഉണ്ടാക്കുന്നതാണ്. ഈ അത്ഭുത രോഗശാന്തിക്കാർ കൊറോണ കാലത്ത് എവിടെയായിരുന്നു? എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായിടത്തോളം മിക്കവാറും ഈ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ ഓൺലൈനിൽ പ്രാർത്ഥിക്കുകയും പെർമിഷൻ കിട്ടുന്നത് പോലെ അകത്ത് കയറി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. അതല്ലാതെ മാളത്തിൽ ഒളിച്ച് ഇപ്പം ഇവർ ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ചില ഹോസ്പിറ്റലിലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് സൗഖ്യമാകട്ടെ എന്നൊക്കെ പറഞ്ഞു അത്ഭുത സിദ്ധി പോലെ. അങ്ങനത്തെ പരിപാടിയല്ല ഇത്. അത് റെസ്ട്രിക്ഷനും ഉണ്ടായിരുന്നു ഒരു ഹോസ്പിറ്റലും തന്നെ. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ സമയത്താണ് ഡാഡ് ഒരു ഫോൺ നമ്പർ പോലും പബ്ലിഷ് ചെയ്ത് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കാം എന്ന രീതിയിൽ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇവിടെ മാത്രമല്ല പല ചേർച്ചസിലും ദേവദാസന്മാർ അവരെ തന്നെ മാക്സിമം അവൈലബിൾ ആക്കിക്കൊണ്ട് ഫോണിൽ കൂടെ ഫുൾ ടൈം ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു, അവരെ ആശ്വസപ്പെടുത്തി. ഞാൻ ഈ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്. കൊറോണ കാലത്ത് ആഴ്ചയിൽ 8 ദിവസം ഞങ്ങൾ വർക്ക് ചെയ്തു. ഓർമ്മയുണ്ടോ? കാരണം രാത്രിയും പകലുമാണ് മീറ്റിങ്സ്. കാരണം ഒരു സ്ഥലത്ത് മീറ്റിംഗ് കഴിയുമ്പോൾ വേറെ ടൈം സോണിലുള്ളവർക്ക്, US ഇവർക്ക് ഓർക്കുന്നുണ്ടോ, ന്യൂയോർക്കിലുള്ളവർക്ക് എല്ലാം നമ്മളിങ്ങനെ ഉറക്കമൊഴിഞ്ഞിരുന്ന സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ആ സമയത്ത് മീറ്റിങ്സ്. വീട്ടിൽ തന്നെയാണേ പോലും ഓൺലൈൻ. പക്ഷെ ഇതാര് കാണാൻ, ആരെയും ബോധ്യപ്പെടുത്താനും ഒന്നുമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ സമയത്തെ വീഡിയോകൾ എടുക്കുക, ഇതുപോലെ പ്രാർത്ഥിക്കുന്നൊരു വീഡിയോകൾ എടുക്കുക. ഇത് ബ്ലെസ്സിങ് ടുഡേയുടെ കാര്യം മാത്രമല്ല ഈ പറയുന്നത്. ലോകം എമ്പാടും പ്രാർത്ഥിക്കുന്നവർ, വിശ്വസിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുകയാണ്,
നമുക്ക് കാണിച്ചു കൊടുക്കാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും. ഹോസ്പിറ്റലുകളിലൊക്കെ ആയതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനയിലും ആ സമയത്ത് എല്ലാവരും ദൈവാശ്രയമാണ്. കാരണം ലോകം എങ്ങാടാ പോകുന്നതെന്നോ, ഇത് ലോകാവസാനമാണെന്നോ, ഇനി ജീവിതം ഉണ്ടോയെന്നോ, നാളെ ജീവിതം ഉണ്ടോയെന്നോ, വീട്ടിൽ തന്നെ ചിലർ മരിക്കുന്നു, ചിലർക്ക് ഭാര്യമാരെ നഷ്ടപ്പെടുന്നു, ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നു. ഒത്തിരി പാസ്റ്റേഴ്സ് മരിച്ചു, പാസ്റ്റേഴ്സിൻ്റെ ഭാര്യമാർ മരിച്ചു, ബിഷപ്പുമാർ മരിച്ചു, അച്ഛന്മാർ മരിച്ചു, സാധാരണ മനുഷ്യർ മരിച്ചു, പണമുള്ളവർ മരിച്ചു, വാക്സിൻ കണ്ടുപിടിച്ച ആൾ മരിച്ചു. ചിന്തിച്ചു നോക്ക്. അപ്പോൾ അതങ്ങനെ ഒരു പ്രത്യേക സീസണാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കാനോ ഒന്നുമുള്ള സമയമല്ല. ഓരോരുത്തർക്ക് ചെയ്യാവുന്നത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത് ശരിക്കും വിശ്വാസികളെയും അതുപോലെ ശുശ്രൂഷകരൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. അസുഖം വിശ്വാസികളെയും ബാധിക്കാറുണ്ട്, നല്ല മൂത്ത പാസ്റ്റർമാരെയും ബാധിക്കാറുണ്ട്, അച്ഛന്മാരെയും ബാധിക്കാറുണ്ട്, ക്രിസ്തീയ നേതാക്കന്മാരെ എല്ലാവർക്കും രോഗം വരാറുണ്ട്, നിരീശ്വരവാദികളെ. അതെ. അപ്പോൾ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ വിശ്വാസികളൊക്കെ രോഗം വരുന്ന സമയത്തെ, അത് ശുശ്രൂഷകരാകാം, അവർ രോഗം വരുന്ന സമയത്ത് അവർ ആശുപത്രിയിൽ വൈദ്യശാസ്ത്രത്തിൽ ആശ്രയിക്കാറുണ്ട്. അത് അവരുടെ വിശ്വാസത്തിന് കുറവുള്ളത് കൊണ്ടാണോ, അത് അവരുടെ സംശയത്തിൻ്റെ ഒരു അടയാളമാണോ, അല്ലെങ്കിൽ എന്താ പറയുക, അവർ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് അങ്ങനെ പോകേണ്ടി വരുന്നത്? കഴിഞ്ഞ ഡിസ്കഷനിൽ തന്നെ അതിൻ്റെ ഉത്തരം വന്നായിരുന്നു. ഗോഡ് ഈസ് നോട്ട് എഗെയിൻസ്റ്റ് മെഡിസിൻസ്, ഗോഡ് ഈസ് നോട്ട് എഗെയിൻസ്റ്റ് ഹോസ്പിറ്റൽസ് ഓർ ഡോക്ടേഴ്സ്. ഇത് അവരവരുടെ കൺവിക്ഷനാണ്. ഇപ്പോഴും എത്ര രോഗം വന്നാലും മരുന്ന് കഴിക്കാത്തവരുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതെ, അവർ ഫെയ്ത്ത് ഹീലിംഗ് മാത്രം മതി, ഡിവൈൻ ഹീലിംഗ് മാത്രം മതി. പക്ഷെ അവരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഒരു പക്ഷേ വളരെ ചെറിയ ഒരു പെർസെൻറ്റേജ് ആയിരിക്കാം അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ ഭൂരിഭാഗം ഇൻക്ലൂഡിങ് ഹീലിംഗ് മിനിസ്റ്റേഴ്സ് മെഡിസിൻ ഉപയോഗിക്കുന്നവരാണ് എൻ്റെ ഒബ്സർവേഷനിൽ. അതിന് കാരണം, ഞാൻ സാധാരണ ഒരു ബാലൻസിൽ വിശ്വസിക്കുന്ന ആളിനെ കൂടെ പറയാം, കോൾ ടു ബി എ ബാലൻസ്ഡ് പ്രീച്ചർ. എപ്പോഴും ഒരു എക്സ്ട്രീമിറ്റിയിലേക്കും പോവാതെ ബാലൻസിൽ ജീവിക്കാൻ എല്ലാവരും ഉപദേശിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ദൈവം ഇതിനെതിരല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ്? ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, യൂസിങ് മെഡിസിൻ ഈസ് നോട്ട് എ സിൻഫുൾ ആക്ട്. ദൈവസന്നിധിയിൽ ഇതൊരു പാപമാണെന്ന്. പക്ഷേ ചിലർ ഇങ്ങനെയാണ് പറയാറ്, മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്തിനുള്ള? പക്ഷേ ബൈബിളിൽ നിന്നും അങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധ്യമല്ല. കാരണം ഇപ്പോൾ പൗലോസ് തന്നെ പറയുന്നുണ്ട്, ആരാണ്, തീത്തോസിന് അല്ലല്ല, ഞാൻ രോഗിയായി വിട്ടേച്ച് പോന്നു. എനിക്ക് കൃത്യ വേഴ്സ് എനിക്ക് ഓർമ്മയില്ല. ഒരു സ്ഥലത്ത് രോഗിയായിട്ട് ഇട്ടിട്ട് പോകുന്നേക്കാണ് കൂടെയുള്ളൊരു ടീം മെമ്പറെ. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആളാണ്, ദേവദാസൻ്റെ, പക്ഷേ രോഗിയായിട്ട് ഇട്ടിട്ട് പോകുന്നു. സോ ഇതെല്ലാം പറയാം. ഇതിൻ്റെ മെയിൻ കാരണം വി ആർ ലിവിങ് ഇൻ എ ഫോളൻ വേൾഡ്. അപ്പം നമുക്ക് ഇംപെർഫെക്റ്റ് വേൾഡിലായതുകൊണ്ട് ഇങ്ങനെയുള്ളതെല്ലാം വരാം. എന്നാൽ നാച്ചുറലി ചിലർക്ക് ഭയങ്കര ഇമ്മ്യൂൺ സിസ്റ്റമൊക്കെ ഭയങ്കര പവർഫുൾ ആയിരിക്കും, ചില ആൾക്ക് രോഗം വരാറില്ല. അത് വിശ്വാസം ഇതുകൊണ്ടൊന്നൊരു ബന്ധമില്ല. അവരുടെ ബോഡി നേച്ചർ, ജനറ്റിക്സ് കൊണ്ട് ചിലർക്കൊന്നും അത്രയും വരാറില്ല. അപ്പം എൻ്റെ മറുപടി ഇതാണ്, മരുന്ന് ഉപയോഗിക്കുന്നതിലോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്നതിലോ കൺസൾട്ട് ചെയ്യുന്നതിലോ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്നതിലോ ആരായിരുന്നാലും ചില സമയത്ത് ഒരു സർജറിക്ക് വിധേയപ്പെടുന്നത് പ്രോബ്ലം. അത് ഇത്ര വലിയ, ഇനി ഒരാൾ വിചാരിക്കും എനിക്കത് വേണ്ട, നോ പ്രോബ്ലം, അപ് ടു യു, ദാറ്റ്സ് യുവർ പേഴ്സണൽ കൺവിക്ഷൻ. അപ്പം അതിനാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ആരോപിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ. അപ്പോൾ തന്നെ എനിക്ക് അതിനകത്ത് ഇപ്പോൾ ഒരു സർജറി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകുന്ന ഒരു അവസ്ഥയാണ്. അന്നേരം ചില ആളുകളൊക്കെ മരുന്ന് ഉപയോഗിക്കില്ല എന്ന് വാശി പിടിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ആ സമയത്ത് അവരുടെ കുട്ടികളും അവരുടെ സ്പൗസ് ഒക്കെ വന്ന് നമ്മളോട് പറയാറുണ്ട്, ഒന്ന് ഉപദേശിക്കണേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ്, ബുദ്ധിയും ജ്ഞാനവും ഒക്കെ അത് ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്, അല്ലേ? ഒരു ബൈബിളിൽ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന, ഒരാൾക്ക് ജ്ഞാനം കുറവാണെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണത്. അപ്പം ആ ജ്ഞാനമുണ്ടെങ്കിൽ അത് ജ്ഞാനത്തോടെ എന്താ പറയുക, ഇത് കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെറുപ്പത്തിലെ എനിക്കൊന്നും ഞാനിങ്ങനെ ഇതുപോലുള്ള ഫെയ്ത്തിൻ്റെ ഇതിലൊന്നും വരാത്തൊരു കാലത്ത് ഞാൻ കേട്ടൊരു കാര്യമാണ്, വൈപ്പിനിൽ ഒരു സ്ത്രീയെ പ്രാർത്ഥിച്ചു കൊന്നു. പത്രങ്ങളിലൊക്കെ എന്തോ ഭയങ്കര വാർത്തയാണ്, പ്രാർത്ഥിച്ചു കൊന്നു, അതിന് മരുന്ന് കൊടുക്കാതെ കൊന്നു.
അപ്പോൾ ഞാനിതൊക്കെ കേട്ടിട്ട് പേടിക്കും, അങ്ങനത്തെ മനുഷ്യരുണ്ട്. മരുന്ന് കൊടുക്കാതെ കൊന്നു, അതും ഒരു ഭാര്യയെ, ഭർത്താവ് മരുന്ന് കൊടുക്കാതെ കൊന്നു. വൈപ്പിനിൽ നടന്ന സംഭവമാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ വ്യക്തിയെ നേരിട്ട് കണ്ടു. വൈപ്പിനിലെ ഈ പറഞ്ഞ ആരോപിക്കപ്പെട്ട വ്യക്തി, വൈഫാണ് മരിച്ചത്, ആ വ്യക്തിയെ ഞാൻ നേരിട്ട് കണ്ടു. ഓക്കെ. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മരുന്ന് കൊടുത്തു, എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി, പക്ഷെ പ്രചരിച്ചത് മരുന്ന് കൊടുക്കാതെ പ്രാർത്ഥിച്ച് കൊല്ലുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിംവദന്തികൾ വരക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ചിലത് എക്സ്ട്രീമിറ്റിയിലേക്ക് പോകാറുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മരുന്ന് കൊടുക്കില്ല. കാരണം മരുന്ന് കഴിച്ചാൽ അത് വിശ്വാസക്കുറവാണെന്നുള്ള മുദ്ര കുത്തപ്പെടാതിരിക്കാൻ വേണ്ടി അവർ മരുന്ന് കഴിക്കാതിരിക്കും. അതെല്ലാം ഡേഞ്ചറസാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഗോഡ് ഹാസ് 2 ways to heal: നാച്ചുറൽ ഹീലിംഗ്, സൂപ്പർ നാച്ചുറൽ ഹീലിംഗ്. അപ് ടു യു. വേണമെങ്കിൽ സൂപ്പർ നാച്ചുറൽ മാത്രം, അല്ലെങ്കിൽ നാച്ചുറൽ എടുക്കാം. ഇനി പലപ്പോഴും ഇത് രണ്ടും കൂടി ചേർന്ന് നടക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. പലരും ഡോക്ടേഴ്സ് പറയും അടുത്ത 6 മാസം ഇയാൾ എഴുന്നേൽക്കില്ല, 2 ആഴ്ച കഴിയുമ്പോൾ ആൾ എഴുന്നേറ്റ് പോകും. എത്ര സാക്ഷ്യങ്ങളാണ് എത്രയോ കേട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ മരുന്ന് കഴിച്ചിട്ട് ആണെന്നേ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അതോടൊപ്പം അയാളുടെ ഫെയ്ത്തും കൂടെ വർക്ക് ചെയ്തു. അതെ, ഡോക്ടേഴ്സ് പറയുവാണ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചോളൂ, ഞങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ എത്രയോ കേസുകൾ നമ്മൾ കേൾക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ചികിത്സയെ നിഷേധിക്കുന്നതല്ല, മറിച്ച് ദൈവിക ജ്ഞാനത്തോടെ, ബുദ്ധിയോടെ, ശരിയായ മാർഗങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തെരഞ്ഞെടുത്ത് ആ മാർഗങ്ങൾ അവലംബിച്ച് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ വിശ്വാസം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്. അടുത്തൊരു ചോദ്യത്തിലൂടെ വരികയാണ്. ഇന്ന് ഈ രോഗശാന്തി ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് നിന്ന് പ്രാർത്ഥിക്കുകയും ആ ശുശ്രൂഷകളൊക്കെ നടത്തുന്ന ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പം പണം ഈടാക്കുന്നത് പോലെ അല്ലെങ്കിൽ സംഭാവനകൾ സ്വീകരിക്കുന്നത് പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പാസ്റ്ററിൻ്റെ അഭിപ്രായം എന്ന് പറയാമോ? അത് ശരിയാണോ, എങ്ങനെയാണ്? ഐ ഡോണ്ട് നോ. കാരണം നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത്ര രൂപ ഫീ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറയും, ജീസസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഫ്രീലി യു റിസീവ്, ഫ്രീലി യു ഗിവ്. യെസ്, സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കുക. അതുകൊണ്ട് ഇന്ന് വരെ നമ്മളുടെ ഒരു മീറ്റിങ്ങിലും ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അതിനുവേണ്ടി ഇതിനു വേണ്ടി ഒന്നും ഇന്ന് വരെ നമ്മൾ ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ഫീ പോലെയോ ഒന്നും നമ്മൾ ചെയ്ത്. നമ്മുടെ മീറ്റിങ്സിലൊക്കെ ടോക്കൺ കൊടുക്കാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ചില സമയത്ത് ഒത്തിരി പേരുണ്ടാകുമ്പോൾ ക്യൂ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആദ്യം വരുന്നവർക്ക് 1 2 3 4 ടോക്കൺസ് കൊടുക്കാറുണ്ട്. ജസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ളതല്ല. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ മീറ്റിംഗ് തുടങ്ങുന്ന 10 മണിക്കാണെങ്കിൽ അവർ 8 മണിക്ക് തന്നെ ഹോളിൽ വന്നിരിക്കും. സോ ദാറ്റ് അവർക്ക് നേരത്തെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ 12:30 വന്ന ആൾ ആദ്യം വന്ന് നിൽക്കും. അപ്പോൾ ആരോ പറഞ്ഞു ഈ ടോക്കണിന് 500 രൂപയും 1000 രൂപയൊക്കെയാണെന്ന് പറഞ്ഞു. ഈ ടോക്കണിന് കാശ് എത്രയായിരുന്നു? 0. ആ ടോക്കൺ ഉണ്ടാക്കാൻ നമ്മൾ കാശല്ല ഒഴിച്ചു എന്നുള്ളതല്ലാതെ ടോക്കന് വേണ്ടിയിട്ട് ഇതുവരെ നമ്മൾ പൈസ മേടിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഡൊണേഷൻസ് കൊടുക്കാറുണ്ട്. TV പ്രോഗ്രാമുകൾ നടക്കുന്ന സമയത്ത്, ഇപ്പോൾ TV പ്രോഗ്രാം അങ്ങനെ അധികം ഇല്ല, എല്ലാം ഈ സോഷ്യൽ മീഡിയ ഉള്ളു. ഉണ്ടായിരുന്ന സമയത്ത് ഓരോ എപ്പിസോഡിനും വലിയ എമൗണ്ടുകളാണ് ചാനലുകൾ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണ് സ്പോൺസർഷിപ്പുകൾ ഉണ്ടായിരുന്നത്. ഓർക്കുന്നുണ്ട്? അതെ അതെ. അപ്പോൾ ഓരോ എപ്പിസോഡുകൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്യുന്നു. അങ്ങനെയാണ് അത് റൺ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറയട്ടെ, ലോകത്തിലുള്ള എല്ലാ NGOസും ഡൊണേഷൻസിലാണ് വർക്ക് ചെയ്യുന്നത്. പൊളിറ്റിക്കൽ പാർട്ടികൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഡൊണേഷൻസിലാണ് വർക്ക് ചെയ്തത്. ഏതൊരു കാര്യങ്ങളും നടക്കുന്നത് ആരെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതല്ലാതെ ഒരിക്കലും നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല. പക്ഷേ ചാർജ് ചെയ്യുന്ന ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ, എനിക്കറിയില്ല ഉണ്ടോ ഇല്ലെന്നുള്ള, ഉണ്ടെങ്കിൽ അവിടെ ചെന്നാണ് അന്വേഷിക്കേണ്ടത്. അല്ലാതെ എനിക്കതിൻ്റെ മറുപടി പറയാൻ സാധ്യമല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ചാർജ് ചെയ്യുന്നോ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ വേ ഓഫ് എന്താ പറയുക, ഡൊണേഷൻ കളക്ഷൻ അങ്ങനെ ഒരു മെത്തേഡ് ആണെങ്കിലോ ഞാൻ ആരെയും വിധിക്കാൻ വേണ്ടി പറയുമല്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ്. ബട്ട് വി ഷുഡന്റ് ജനറലൈസ് ദാറ്റ് ആസ് ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് എവറിവെയർ. എല്ലായിടത്തും അങ്ങനെയാണെന്നും നമ്മൾ അതുകൊണ്ട് പറയരുത്. അതെ അതെ. ഈ ഇതിനകത്തൊരു വളരെ വിരോധാഭാസമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം അന്ന് TV പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ രോഗസൗഖ്യം ലഭിച്ച ആളുകളല്ലായിരുന്നു അതൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. സത്യത്തിൽ
മനസ്സിലായോ? അതിനകത്ത് ആ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യണം. ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സമൂഹത്തിന് പ്രയോജനമാണല്ലോ, ഒത്തിരി പേർക്ക് വിടുതലാണല്ലോ എന്ന് കരുതിയിട്ട് ശരിക്കും വിടുതലുകളോ സൗഖ്യങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തവരായിരിക്കും ചിലപ്പോൾ അവരായിരുന്നു പലപ്പോഴും ഇതിനെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത്. എല്ലാം ചെയ്ത് കാണും. നന്ദി, ചിലർക്ക് രോഗസൗഖ്യം കിട്ടി അവർക്ക് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചില സമയത്ത് അങ്ങനെയും വരാം. പക്ഷെ ഞാൻ കണ്ട ഒരു അതിശയോക്തി ഞാൻ പറയാം. എന്നെയൊക്കെ വിമർശിച്ചിട്ടുള്ള ആളുകളെ ഞാൻ പഠിച്ചപ്പോൾ ലൈഫിലൊരിക്കലും അവരെന്നെ കണ്ടിട്ടില്ല. ഞാൻ എവിടെ താമസിക്കുന്നു, ഏത് നാട്ടുകാരൻ, എൻ്റെ വിദ്യാഭ്യാസം എന്താണ്, എൻ്റെ രീതികൾ എന്താണ്, എൻ്റെ ജീവിതം എന്താണ്, ജീവിതശൈലി, ഇതൊന്നും അറിയാത്ത ആളുകൾ എവിടെയോ എന്തോ കേട്ട് കുറ്റം ആരോപിച്ച് ഒത്തിരി അങ്ങനെയുള്ള വീഡിയോകൾ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവരാരും, എനിക്കതിശയം, അറ്റ്ലീസ്റ്റ് അവരൊന്ന് ഒരു അടുത്തുനിന്ന് വന്നൊന്ന് നിരീക്ഷിച്ച് ഈ മനുഷ്യൻ അങ്ങനെ തന്നെയാണോ എന്ന് നോക്കിയിട്ടൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ ലോകം അങ്ങനെയാണ്. ആരോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടു, വിമർശിക്കുന്നു, ആരോപിക്കുന്നു. പക്ഷേ ഇതാ ഞങ്ങൾ 3 പേര് ഇരുന്ന് സംസാരിക്കുന്നു. നമ്മളങ്ങനെ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല, ചെയ്യാനുള്ള താല്പര്യവുമില്ല. പാസ്റ്റർ, ഇപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഹീലിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹീലിംഗ് ഗിഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒത്തിരി ദേവദാസികളുണ്ട്. ഓൾ അക്രോസ് ദ വേൾഡ്. കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. ബട്ട് ചില വ്യക്തികൾ ചില റോങ് മെത്തേഡ്സിലൂടെ ഫേക്ക് എന്ന രീതിയിൽ അല്ലേ, അവർ പല രീതിയിൽ ജനങ്ങളെ പറ്റിച്ചോ അങ്ങനെ രീതിയിലൊക്കെ ഹീലിംഗ് മിനിസ്ട്രി നടത്താറുണ്ട്. വ്യാജന്മാർ എന്ന് പറയും മലയാളത്തിൽ. അതെ, വ്യാജ ശുശ്രൂഷ എന്നൊക്കെ. അങ്ങനെ ഈ ഫേക്ക് ഹീലിംഗ് മിനിസ്ട്രിയെ കുറിച്ച് പാസ്റ്ററുടെ അഭിപ്രായം എന്താണ്? ഫ്രോഡ് എക്സിസ്റ്റ് ഇൻ എവറി ഫീൽഡ്. റിലീജിയൻ ആകാം, പൊളിറ്റിക്സ് ആകാം, പ്രൊഫഷൻ ആകാം, എന്ത് ഫീൽഡിൽ ചെന്നാലും വ്യാജന്മാരുണ്ടായിരിക്കും. നല്ല നോട്ടുണ്ടോ കള്ള നോട്ടുണ്ടോ. ഇത് ഇവിടെ നല്ല വിളയുണ്ടെങ്കിൽ കളയുണ്ട്. ഇത് വേൾഡിൽ മൊത്തമുള്ളൊരു പ്രതിഭാസമാണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഈ വ്യാജ ഡോക്ടർ അറസ്റ്റിൽ കേട്ടിട്ടുണ്ട്. അത് സഹിക്കുക, വ്യാജ ഹോസ്പിറ്റൽ അടച്ചു പൂട്ടി കഴിഞ്ഞ ദിവസം ഞാനൊരു നോർത്ത് ഇന്ത്യയിലൊരു സ്ഥലത്ത് ഒരു കോട്ട് ഞാൻ കണ്ടു. കോടതി പ്രവർത്തിച്ചിരുന്നു, വ്യാജ വർഷങ്ങൾ പ്രവർത്തിച്ചു. 20 years എന്തോ അല്ലേ, വർഷങ്ങൾ പ്രവർത്തിച്ചു. ആരും അറിയില്ല എന്നത് വ്യാജ കോടതിയാണെന്ന്. അവർ കുറെ പേർക്ക് ഇത് കൊടുത്തു, ശിക്ഷണം കൊടുത്തു, ഇതെല്ലാം കൊടുത്തു, എല്ലാം നടന്നു, ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് മനസ്സിലായത് വ്യാജ കോടതിയായിരുന്നു. ഫോൾസ് പ്രീസ്റ്റ്സ് ഉണ്ട്. അച്ഛൻ്റെ കുപ്പായ ഇട്ടിട്ട് പള്ളിയിൽ അച്ഛനായിട്ട് നടന്നവരുണ്ട്. ഫോൾസ് പാസ്റ്റേഴ്സ് ഇല്ലേ. ഈ കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പിടിച്ച് അതിൻ്റെ വീഡിയോകൾ ഞാൻ കണ്ടായിരുന്നു. കള്ള പാസ്റ്റർ, അതുപോലെ കള്ളന്മാരുടെ ഇടയിൽ പോലും കള്ളന്മാരുണ്ടെന്ന് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ചിരിക്കാൻ. കാരണം അത് അതിനൊരു പെരിങ്കള്ളൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു വേർഡായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഗൈസ്, ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഭയങ്കര ചിരിയിലായിരുന്നു. അപ്പം കാരണം ആ കള്ളൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു കള്ളൻ അദ്ദേഹം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ അദ്ദേഹം നേമായാണെന്ന് പറഞ്ഞത്, പക്ഷെ നേമായിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയാം, അദ്ദേഹം അവിടുത്തെ ലൈറ്റ് ഇടാൻ വേണ്ടി ശ്രമിച്ചത്, പക്ഷേ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ കോളിംഗ് ബെല്ലായിപ്പോയി എന്ന് പറഞ്ഞു. അതോടുകൂടി സ്റ്റുഡിയോ മുഴുവൻ ചിരിയായിരുന്നു. പക്ഷെ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരാം, ബാക്കി പറയാമോ? കൗണ്ടർഫീറ്റ് മിറക്കിൾസ് എന്ന് പറയുന്ന മിറക്കിൾസ് തന്നെ ഉണ്ടായ ഒരു കാറ്റഗറിയാണ്. ഓക്കെ, എക്സാമ്പിൾ, മോസസിനെ കൊണ്ട് ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്തു. വടി, തൻ്റെ കയ്യിലിരുന്ന വടി താഴെ ഇടാൻ പറഞ്ഞത് ഒരു സർപ്പമായിട്ട് മാറി, പാമ്പായിട്ട് മാറി. ആ സമയത്ത് ആ രാജ്യത്തുണ്ടായിരുന്ന മന്ത്രവാദികൾ എല്ലാവരും അവരുടെ വടി താഴ്ത്തിട്ട് എല്ലാം പാമ്പായി. പക്ഷേ മോശയേക്കാൾ വലിയ പാമ്പ് എല്ലാ വടി, അപ്പം മോശ ഒരു വടിയിട്ട് ഒരു പാമ്പേ ഉള്ളൂ, ഇത് എല്ലാ പാമ്പുകളും കിടന്ന് ഇങ്ങനെ നിൽക്കുക. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടത് മോശയുടെ വടി പാമ്പായ പാമ്പ് എല്ലാ പാമ്പിനെ അങ്ങ് വിഴുങ്ങി. മിറക്കിൾസ് ഒത്തിരി ടൈപ്പ് പല സ്ഥലങ്ങളിൽ നടന്നേക്കാം, പക്ഷേ അതിൻ്റെ ഓത്തൻറ്റിസിറ്റി, അതിൻ്റെ വെറാസിറ്റി തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ദ സോഴ്സ്. വാട്ട് ഈസ് എ സോഴ്സ്? ഇതിൻ്റെ പുറകിലുള്ള ശക്തി ഏതാണ്? ഏത് സൂപ്പർ നാച്ചുറൽ പവറാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം.
ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം അത്ഭുതം ചെയ്തില്ലെങ്കിൽ ആ ദൈവം ദൈവമല്ല. സോ അങ്ങനെയെങ്കിൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് അത്ഭുതങ്ങൾ ദൈവം ചെയ്യുമ്പോൾ തന്നെ കൗണ്ടർ ഫിറ്റ് മിറക്കിൾസ്, അതിന് എങ്ങനെ എൻ്റെ മലയാളം പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വ്യാജാത്ഭുതങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനെതിരെയുള്ള അത്ഭുതങ്ങളും നടക്കും. ഇതിനെ വിവേചിച്ച് മനസ്സിലാക്കാൻ സാധാരണ ജനങ്ങൾക്ക് കഴിയാറില്ല. അതിൻ്റെ മെയിൻ കാരണം ഒന്ന്, യഥാർത്ഥ അത്ഭുതങ്ങൾ എന്താണെന്ന് അറിയില്ല. രണ്ട്, അതിൻ്റെ സോഴ്സ് മനസ്സിലാക്കണം. അതിൻ്റെ സോഴ്സ് ഈസ് ഗോഡ്. കുറച്ചുകൂടി ക്ലിയറായിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന് എത്ര പേർക്കറിയാം? ബൈബിൾ എത്ര പേർ വായിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്? സോ ഞാൻ ഈ കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ ബൈബിൾ എന്ന് പറഞ്ഞൊരു മതം പുസ്തകമല്ല. ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് ബുക്ക്, ഇറ്റ്സ് എ ഡിവൈൻ റെവലേഷൻ. അത് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എടുക്കരുത്. യു ക്യാൻ ചെക്ക് യുവർ സെൽഫ്, യു ക്യാൻ റീഡ്. ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളായി തന്നെ എന്താണ്, ഏതായാലും ഒരു ജീവിതമുള്ളൂ, ഒന്ന് ജസ്റ്റ് ട്രൈ, ജസ്റ്റ് റീഡ്. ബൈബിൾ ഒന്ന് വായിക്കുക. ഇനി ബൈബിൾ എവിടെ കിട്ടുമെന്നാണ് ചിലരൊക്കെ ചിന്തിക്കുന്നത്. ഇറ്റ്സ് വെരി ഈസി. ജസ്റ്റ് ടൈപ്പ് മലയാളം ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ, ഗൂഗിൾ ചെയ്യുക, ഫ്രീ ഡൗൺലോഡ്. ഇഷ്ടംപോലെ ആപ്സ് ഉണ്ട്. ഒന്ന് രണ്ടെണ്ണം ഒന്ന് പറഞ്ഞു കൊടുത്തു. യു വേർഷൻ ഉണ്ട്, മലയാളമാണെങ്കിൽ എൻ്റെ ഒക്കെ ലിങ്ക് ഇട്ട് കൊടുക്കണേ. ഇത് ഞാൻ ഈ പറഞ്ഞ അതിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായും. അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാകും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാകും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലുണ്ടാകും. അപ്പോൾ തന്നെ പാസ്റ്റർ ഇങ്ങനെ ഫേക്ക് കൗണ്ടർ ഫേറ്റ് മിറക്കിൾസ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ആഫ്രിക്കയിലൊക്കെ പല പാസ്റ്റേഴ്സും ഒത്തിരി സൂപ്പർ നാച്ചുറലി മിറക്കിൾസ് ചെയ്യുന്നുണ്ട്. ചില പാസ്റ്റേഴ്സിന് ആ ഗിഫ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ കേട്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്, അവർ ആ സമയത്ത് അവർക്ക് എങ്ങനെയെങ്കിലും ഈ ഹീലിങ്സ് നടത്തണം. കാരണം ഹീലിങ്സ് നടത്തിയാലേ ചർച്ചിലെ ആൾക്കാർ വരത്തുള്ളൂ, അവരുടെ മിനിസ്ട്രി വലുതാകത്തുള്ളൂ. അങ്ങനത്തെ ചില ഇൻസെക്യൂറാണ് അവർ, ചിന്താഗതികൾ. ചില പാസ്റ്റേഴ്സിനോട് അസൂയ ഉണ്ടാകും. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലിറ്ററലി വിച്ച് ക്രാഫ്റ്റിലൂടെ, ബ്ലാക്ക് മാജിക്കിലൂടെ അവർ അതിലൂടെ പോയിട്ട് ഇൻ ദ ചേർച്ച് അതിലൂടെ പോയിട്ടാണ് അവർ ആൾക്കാർ ഹീൽ ചെയ്യുന്നത്. അങ്ങനെ അതുകൊണ്ട് പക്ഷെ ജനങ്ങൾക്ക് പലവർക്കും ഇത് സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട്, ആ സ്പിരിറ്റ് ഏതാണെന്ന് ഡിസേൺ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർ പലരും ഈ ഒരു ട്രാപ്പിലായി പോകുന്നു. ഒരു പക്ഷേ ഈ നമ്മുടെ തുടർന്നുള്ള ഇനി അങ്ങോട്ടുള്ള പോഡ്കാസ്റ്റുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരികയും ജനങ്ങളെ നല്ല രീതിയിൽ കറക്റ്റ് ഇതെല്ലാം ഡിസേൺ ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാവുന്ന ദ ഇൻറ്റൻഷൻ ഓഫ് ദി സീരീസ് ഓഫ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഹെൽപ്പ് പീപ്പിൾ, ഗൈഡ് പീപ്പിൾ. അതുകൊണ്ടാണ് ഓരോന്ന് ലിങ്ക് ഇടുക, അതിടുക എന്നൊക്കെ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും ബൈബിൾ വായിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് ക്രിസ്ത്യാനികളുടെ മതപുസ്തകമല്ലേ? നോട്ട് അറ്റ് ഓൾ. എനിക്ക് മനസ്സിലായിട്ടുള്ള ദൈവം, ഞാൻ അറിയുന്ന ദൈവം ക്രിസ്ത്യാനികളുടെ ദൈവം അല്ല. അങ്ങനൊരു ദൈവമുണ്ട് ക്രിസ്ത്യാനികൾക്ക് മാത്രം, എല്ലാവർക്കും കൂടി ഒരു ദൈവമുള്ളൂ. ആ ദൈവം ഏതാണ്? ഹു ഈസ് ദ വൺ ട്രൂ ഗാഡ്? ആ ദൈവമാണ് സൂപ്പർ നാച്ചുറലി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അത്ഭുതങ്ങൾ ചെയ്യാൻ, നമ്മളെ രോഗങ്ങളെ സൗഖ്യമാക്കാൻ. രോഗസൗഖ്യം മാത്രമല്ല മിറക്കിൾ. ദർ ആർ എൻ നമ്പർ ഓഫ് പോസിബിലിറ്റീസ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസിൻ്റെ. അതിലോട്ട് കയറുമ്പോഴേ നമുക്കത് മനസ്സിലാവും. സോ പറയാൻ വന്നത്, മിറക്കിൾസ് ഉണ്ടെങ്കിൽ കൗണ്ടർ ഫിറ്റ് മിറക്കിൾസും ഉണ്ട്. അതിനെ ഡിസേൺ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതെ, അത് ഡിസേൺ ചെയ്യാന്ന് പറയുമ്പോൾ സാധാരണ ബൈബിളിൽ പറയുന്നതാണ് ആത്മീയ വരങ്ങളും ഉണ്ട്, ഫലങ്ങളും ഉണ്ട്. അപ്പം ഈ ഫലങ്ങളാണ്, ഫലം പുറത്തു വരുമ്പോൾ അത് അറിയാൻ പറ്റും. യേശു തന്നെ പറഞ്ഞത് ഏത് വൃക്ഷത്തെ അതിൻ്റെ ഫ്രൂട്ട് കൊണ്ട് അറിയാം, അതിൻ്റെ ഫലത്താൽ അറിയാമെന്ന്. അതായത് ഇത് എന്ത് ടൈപ്പാണെന്ന് ആ ഫ്രൂട്ട് നോക്കിയാൽ മതി. അതെ, പഞ്ചസാരയും ഉപ്പും രണ്ടും വൈറ്റ് കളറിൽ തന്നെ കാണും, പക്ഷെ അതിൻ്റെ ഫലമുണ്ട്. ഒന്ന് ഉപ്പിൻ്റെ രസമാണ് കൊടുക്കുന്നതെങ്കിൽ മറ്റൊന്ന് മധുരത്തിൻ്റെ രസമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഫലത്തിൽ അതിനെ തിരിച്ചറിയാൻ പറ്റുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ദൈവീകമായ വിധത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതും ദൈവീകമല്ലാത്ത വിധത്തിൽ എന്താ പറയുക, ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ചെയ്യുന്നതും പരിശുദ്ധാത്മാവിലല്ലാതെ മറ്റ് പല ആത്മാവിൽ ചെയ്യുന്നതിൻ്റെയും വ്യത്യാസം നമുക്ക് തിരിച്ചറിയാനായിട്ട് വിവേചിച്ചറിയാൻ സാധിക്കും. യോഹന്നാൻ്റെ ലേഖനത്തിലാണ് നമ്മൾ ആത്മാക്കളെ വിവേചിക്കേണ്ടതാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട്
ആ വിവേചനത്തിൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് വേണം നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട്. അടുത്തൊരു ചോദ്യം ഇങ്ങനെയാണ്, നമ്മൾ ഈ ഒത്തിരി ടെസ്റ്റിമണീസൊക്കെ ചേർച്ചസിൽ കേൾക്കാറുണ്ട്, എസ്പെഷ്യലി നമ്മൾ എന്താ പറയുക നമ്മുടെ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ ടെസ്റ്റിമണീസ് പലതും എന്താ പറയുക, അതിനൊക്കെ ഒന്ന് ആശുപത്രി പോയിട്ട് ഒന്ന് സർട്ടിഫൈ ചെയ്ത് ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ സർട്ടിഫിക്കേഷൻ ഒന്നും ആയിട്ടല്ല, സർട്ടിഫിക്കറ്റ് ഒന്നും ആയിട്ടല്ല ഈ ടെസ്റ്റിമണികളെല്ലാം നമ്മുടെ അടുക്ക് വന്നിട്ട് ആളുകൾ പറയുന്നത്. ചിലതൊക്കെ ഉണ്ടാവും, എന്നാൽ ചിലത് അങ്ങനെ വന്ന് പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ പറയുന്ന ഈ അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങളെ സ്ഥിരീകരിക്കാനായിട്ട് പറ്റുമോ? ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പോൾ കള്ളസാക്ഷ്യങ്ങളും കാണും, ഈ ഇമോഷണൽ ടെസ്റ്റിമണീസ് ഉണ്ട്. ചില സമയത്ത് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ അവർക്ക് പെട്ടെന്ന് ഒരു ഇമോഷണൽ ഹീൽഡെന്ന് തോന്നി പെട്ടെന്ന് വന്ന സാക്ഷ്യങ്ങൾ പറയുന്ന ടൈപ്പുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ മനസ്സിലാക്കിയിട്ട് മെഡിക്കലി വെരിഫൈഡ് എന്ന് വെച്ചാൽ അതിന് മുൻപ് അസുഖം ഉണ്ടായിരുന്നു എന്നതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് പലതരത്തിൽ ട്രീറ്റ്മെൻറ്റ് നടന്നിട്ട് ഒന്നും ഇത് ശരിയാവുന്നില്ല. അതിനുശേഷം മെഡിക്കേഷൻ ഇല്ലാതെ സൗഖ്യമായ ശേഷം വീണ്ടും പോയി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത എത്രയോ കേസുകൾ നമ്മൾ തന്നെ കണ്ടിരിക്കുന്നു. നമ്മൾ തന്നെ ഓർക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റേജിൽ പലരും വരുമ്പോൾ ഒരു പാക്കറ്റുമായിട്ട് വരും. അതിൽ MRI റിപ്പോർട്ട്, എക്സ്റേ, മറ്റേത് മറിച്ച് ഡയഗ്നോസ് ചെയ്തതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുന്ന എത്രയോ വീഡിയോകൾ നമ്മുടെ തന്നെ കിടപ്പുണ്ട്. ചില ഹീലിംഗ് മിനിസ്ട്രികൾ ഇതൊന്നും അവർ നോക്കാറില്ല. വരിക, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, സൗഖ്യമാകുക, സാക്ഷ്യം പറയുക, പോവുക. അപ്പോൾ അവിടെ എങ്ങനെയാണ് ബോധേടല്ല. എന്നാൽ സിസ്റ്റമാറ്റിക്കായി നടക്കുന്ന ചിലതും ഞാൻ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, TB ജോഷുവ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം ഇല്ല, മരിച്ചുപോയി. ആഫ്രിക്കയിൽ, നൈജീരിയയിൽ. TB ജോഷുവ. അദ്ദേഹത്തിൻ്റെ, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ എടുക്കുകയാണെങ്കിൽ മിക്കവാറും ഹീലിംഗ് ലൈൻസിൽ വന്നിരിക്കുന്നവരെ മൊത്തം ഇതിനെക്കുറിച്ച് പോയി മെഡിക്കലി എന്താണ് കണ്ടീഷൻ എന്നുള്ളത് വരെ, എൻ്റെ ഡെഫിനിഷൻ വരെ, എൻ്റെ റിപ്പോർട്ടും എല്ലാമായിട്ടാണ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വിസിബിളാണ്, നേരെ ക്യാമറയുടെ മുമ്പിലാണ്, വിസിബിളാണ് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഓരോ മിറക്കിൾസ് കണ്ണുകൊണ്ട് കാണാം. അതിനുശേഷം ഇവർ നേരെ തിരിച്ച് ഡോക്ടറെ അടുത്ത് പോയിട്ട് അതിൻ്റെ ഇതും കൊണ്ടുവരും. ഹീലിംഗ് സ്കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ ഇന്ന് ലോകത്തിൽ നടക്കുന്നുണ്ട്. ഹീലിംഗ് സ്കൂൾ ടൈപ്പ് ചെയ്താൽ മതി, ഒത്തിരി സ്ഥലങ്ങൾ നടക്കണം. ഒരിക്കലും ഇതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഒരു ഹീലിംഗ് സ്കൂൾ നടത്തുന്ന അദ്ദേഹത്തിന്റെ ഹീലിംഗ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും നമ്മൾ ആ ഹീലിംഗ് സ്കൂള് നമ്മൾ ഒരിക്കൽ വിസിറ്റ് ചെയ്യാൻ, അവിടെ ഒരു പ്രെയർ ഉണ്ടായിരുന്നു. അതിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു രോഗികൾ, അവർ ആഴ്ചകൾക്ക് മുമ്പ് വന്നപ്പോൾ ഉള്ള അവരുടെ രോഗത്തിന്റെ കണ്ടീഷൻ, അവരുടെ ഫോട്ടോസ്, അവരുടെ ഡീറ്റെയിൽസ് എല്ലാം പിടിച്ചിട്ടാണ് അവർ നിൽക്കുന്നത്. അതിനുശേഷം പിന്നെ അവർ ചിലപ്പോൾ 2 ആഴ്ചയെടുത്ത് 3 ആഴ്ചയെടുത്ത് 4 ആഴ്ചയൊക്കെ എടുത്താണ് അവർ സൗഖ്യം പ്രാപിക്കുന്നത്. അവിടെ ഹീലിംഗ് സ്കൂളിൽ അവർ ചെയ്യുന്നത്, അവർ അഡ്മിഷൻ കൊടുത്തിട്ട് അവർ ഒത്തിരി ഇവരാദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം. അവർ മാനസികമായിട്ടും ചിലർക്ക് ഫെയ്ത്ത് ഉണ്ടാവില്ല, അപ്പോൾ ഫെയ്ത്ത് ബിൽഡ് ചെയ്യണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഒരു കോഴ്സ് തന്നെ ഉണ്ട്. ആ കോഴ്സിലിരുത്തി പഠിപ്പിച്ച് ലാസ്റ്റ് അതിനിടയിലൊക്കെ പ്രെയർ നടക്കും, പ്രാർത്ഥിച്ച് അതിനുശേഷം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് അതിനുശേഷം ടെസ്റ്റിമണിക്ക് വേണ്ടിയിട്ട് വരും. അവരെല്ലാം മിക്കവാറും മെഡിക്കൽ റെക്കോർഡുകളും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ഇത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടായിരിക്കാം, ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ നടക്കുന്നുണ്ട്. ആ രീതിയിലും കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ എല്ലാം അങ്ങനെ അടച്ച് നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. നമ്മുടെ മീറ്റിങ്ങുകളിൽ ഇത് രണ്ടും എല്ലാ ടൈപ്പും നടന്നിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. ചിലതിനൊന്നും ഒരു മെഡിക്കൽ റിപ്പോർട്ടും അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന കണ്ടീഷനല്ല. കാരണം അവർ ചിലപ്പം ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടാവില്ല, പക്ഷേ അവരുടെ നടുവേദന, മാസങ്ങളായിട്ടുള്ള നടുവേദന, ഇങ്ങനെയുള്ള കുറേ ഉണ്ട്. തലവേദന, നടുവേദന, ഇതിനൊക്കെ എന്താ പറയുക, ഈ തലവേദന നടുവേദന മാത്രമേ കർത്താവ് മാറ്റുള്ളൂ. അല്ല, എന്ത് ടൈപ്പ്. ഞാൻ ക്ഷമിക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല, മൈസൂരിലാണെന്നാണ് എൻ്റെ ഓർമ്മ. നമ്മളുടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒരു അമ്മയും മോനും ഒരു 3 പേര് സ്റ്റേജിൽ, 3 പേരാണെന്ന് സ്റ്റേജിൽ കയറി പറഞ്ഞ ഇതാണ്, ഈ മോന് 12 വർഷമോ എത്രയോ വർഷം, അത് 12 മാസം കൃത്യം എനിക്ക് ഓർമ്മയില്ല, ഇപ്പോഴും ചെക്ക് ചെയ്താൽ കിട്ടും, ഒരു മുറിക്കകത്ത് ചങ്ങല പൂട്ടിയിട്ടേക്ക് വരും. മാനസിക രോഗമോ ഭ്രാന്തോ എന്ത് സംഭവിച്ചിട്ട് ഒരു വയലൻ്റ് ആവും, അഴിച്ചുവിടാൻ പറ്റില്ല, പൂട്ടിയിട്ടേക്ക് വരുന്നു. പക്ഷേ നമ്മുടെ TV-യിലൂടെയുള്ള പ്രെയർ കണ്ടു, അവർ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഈ ആളെ ചങ്ങലയുമില്ല ഒന്നുമില്ലാതെ സ്റ്റേജിൽ കൊണ്ടുവന്ന് സാക്ഷ്യം, ഓർമ്മയുണ്ടോ? ശ്രമമുണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം.
ഇതുപോലെ എത്രയോ സംഭവങ്ങൾ അതെ. ഇത് അവരുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, കിടന്നതിന് പ്രൂഫുണ്ട്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അത് അവരുടെ അനുഭവമാണ്. ഈ പലരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി പ്രൂഫ് ഉള്ള ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കും. ഏയ്, അവരുടെ സ്കിൻ മുമ്പ് എങ്ങനെയായിരുന്നു, Yes. ഇപ്പം എങ്ങനെയുണ്ട്, Yep. അവർ മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാഴ്ച നമ്മൾ സാക്ഷ്യം കേട്ടെന്ന് പറഞ്ഞാൽ ഏതൊരു ബ്ലെസ്സിങ് സെൻറ്ററിൽ നടക്കാൻ വയ്യാത്ത ഒരു വ്യക്തി വന്നിരിക്കുകയാണ്. എന്നിട്ട് ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ അദ്ദേഹം നടക്കാൻ ശ്രമിക്കുന്ന ഒരു വീഡിയോ വന്നു. അതിനുശേഷം വീട്ടിലെത്തിയിട്ട് അദ്ദേഹം കൂളായിട്ട് നടന്നു പോകുന്ന രണ്ടാമത്തെ വീഡിയോ നമുക്ക് അയച്ചു തന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൂടി റെക്കോർഡ് ചെയ്യാം. യെസ്, ഇപ്പോൾ കുറച്ചുകൂടി പറ്റുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്താലും ഇപ്പോഴത്തെ കാലത്ത് അത് AI ജനറേറ്റർ ആണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അതിപ്പോൾ 2025-26 ആയപ്പോൾ അങ്ങനെയും ആൾക്കാർക്ക് പറയാൻ പറ്റും. സോ മനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ചിലരെ സംബന്ധിച്ചുള്ള അവർ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ കണ്ടാലറിയാം അവിടെ കരച്ചിലും കണ്ണുനീരും, എന്തിനാ ഇത്ര അഭിനയിക്കുന്നു, മനസ്സിലായോ? പിന്നെ ചില സമയത്ത് ചിലരുടെ സ്ട്രെസ്സ് മാറിയെന്നായിരിക്കും, ചിലരുടെ പെയിൻ മാറിയെന്നായിരിക്കും. ഇത് നമ്മൾ എവിടെ പോയി അളക്കാനാണ്, എവിടെ പോയി എന്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ? പക്ഷേ അത് അവരുടെ അനുഭവമാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. ഞാൻ പറയട്ടെ, ഈ സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം, ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഒരു ചാനലുണ്ട്, സിഡ്രോത്ത് നടത്തുന്ന ISN, റൈറ്റ്? ISN, ഇറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ നെറ്റ്വർക്ക് എന്ന് അങ്ങനെ എന്തോ ISN. അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇതിൽ അത് മാത്രമേ ഉള്ളൂ. സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ആളുകളെ ഇൻ്റർവ്യൂ ചെയ്ത് അത് ഭയങ്കരമായ ഹീലിങ്സ്, ചില സമയത്ത് ദിവസങ്ങൾ കോമ സ്റ്റേജിൽ, ചിലപ്പോൾ വർഷങ്ങൾ കോമ സ്റ്റേജിൽ കിടന്നവർ പോകുന്നു, അവർക്ക് ഉണ്ടായിരിക്കുന്ന ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ്, സ്വർഗത്തിൽ പോയി തിരിച്ചു വന്നത്, അവരെന്നും ജീവിച്ചിരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം അതിലുണ്ടാവും. പോയി നേരിട്ട് ഫ്ലൈറ്റ് എടുത്ത് പോയി അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സോ സാധാരണ ഇതെല്ലാം ഒന്ന് ആർഗ്യൂ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ, ആർക്കുന്നത് അറിയണമെന്നും താല്പര്യം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ കരുതേച്ച് കാണിക്കുക. ഈ കൂട്ടരെല്ലാം തെറ്റാണ് എന്ന് കരുതേച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന വിദ്യകളാണ് പലപ്പോഴും. അതുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ സ്ഥിരീകരണം ഇല്ല എന്ന് കരുതിയിട്ട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നാകുന്നില്ല. അതുകൊണ്ട് ചിലതിന് സ്ഥിരീകരണങ്ങൾ ഉണ്ടാകാം, ചിലതിന് സ്ഥിരീകരണങ്ങൾ ഇല്ലാതിരിക്കാം. ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടെല്ലാം നേരത്തെ ന്യായമായ പറഞ്ഞതുപോലെയുള്ള രീതിയിലുള്ള ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കാം സ്ഥിരീകരണത്തിന് വേണ്ടി എടുക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ പറഞ്ഞു നമ്മൾ ആരിൽ നിന്ന് ഡൊണേഷൻസ് വാങ്ങുന്നില്ല ഹീലിംഗ് മിനിസ്ട്രിക്ക്. എൻ്റെ ചോദ്യം, ഈ സാക്ഷ്യം പറയുന്ന വ്യക്തികൾക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ? ഇതൊരു ആരോപണമാണ്. അതായത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് കാശ് കൊടുത്ത് സാക്ഷ്യം പറയിപ്പിക്കുന്നത്. ഇത് പണ്ട് മുതൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റിക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് റൈസ് ബാക്ക് ക്രിസ്ത്യൻസ്, അല്ലേ? ഒരു ചാക്കരിക്ക് വേണ്ടി അല്ലെ അവർ മതം മാറ്റിയ ഒരു വിഭാഗം എന്ന് ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു ഇതാണ്. അതിൻ്റെ ഒരു മോഡേൺ വേർഷനായിട്ട് പറയും, അല്ലേ? നിങ്ങൾക്ക് എത്ര രൂപയാണ് കൊടുത്തത്, എത്ര ഗോൾഡ് കിട്ടി, ഇതൊക്കെ പറയാൻ വേണ്ടി. ജനിച്ചു വളർന്നല്ലേ, നമ്മൾ കാശ് കൊടുത്താണ് സാക്ഷ്യം പറയിപ്പിക്കുന്നത്. കാശ് കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ? ഇതുവരെ പേഴ്സണലി നമ്മളിതുവരെ കൊടുത്തിട്ടില്ല. ഞാനിതുവരെ ആരും കൊടുക്കുന്ന കണ്ടിട്ടില്ല. പാവങ്ങളെ സഹായിക്കാറുണ്ട് നമ്മൾ. ചാരിറ്റി രീതിയിൽ പലതുമൊക്കെ നമ്മൾ ചെയ്തിരിക്കും. എത്രയോ ചാരിറ്റി വർക്കുകൾ നമ്മൾ ചെയ്തു. ഈവൻ ക്യാൻസർ ട്രീറ്റ്മെന്റിന് പല വ്യക്തികൾക്കും നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ പേഴ്സണലി ഐ ഹാവ് നെവർ സീൻ സച്ച് തിങ്. ചില ആളുകൾ പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ്, ചിലർ പറയുന്നത് ഇതൊന്നും സാക്ഷ്യമായിട്ടൊന്നുമല്ല, ഇതൊക്കെ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ്, അങ്ങനെ പറയുന്ന കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇപ്പം അത് ആ ചോദ്യം ഞാൻ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ക്ഷമ തന്നെ പറയുമെന്ന് പറയും. അതുകൊണ്ട് അതും ഞാൻ പറയുന്നു, ഞങ്ങൾ ആരെയും കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുന്നതല്ല അത്. കാരണം ഇവരുടെ ഈ പറയുന്ന ആളുകളെല്ലാം ഏതെങ്കിലും നാട്ടിൽ നിന്നോ രാജ്യങ്ങളിൽ നിന്നോ വീടുകളിൽ നിന്നോ ഒക്കെ വരുന്നതായിരിക്കും. അത് സ്ഥിരീകരിക്കപ്പെടുന്ന ആളുകൾ പറയുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾക്ക് ആരെങ്കിലും കാശ് തന്നോ, നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചതാണോ, ഇത് കള്ളമാണോ, ഇത് സത്യമാണോ? ചില വീഡിയോകൾ നോക്കിയാൽ അറിയാം. ഞാനിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കാറുണ്ട് പലപ്പോഴും. അടുത്ത 1-2 ചോദ്യങ്ങൾ ഞാൻ വേണമെങ്കിൽ കമ്പൈൻ ചെയ്ത് ചോദിക്കാൻ പറ്റും. വൺ ക്വസ്റ്റ്യൻ ഇസ്, ഇത്രയൊക്കെ രോഗസൗഖ്യ ഗിഫ്റ്റിംഗ് ഉള്ള വ്യക്തികളൊക്കെ ഉണ്ടായിട്ടും പ്രയർ മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽസ് എംപ്റ്റി ആകാത്തത്? ഇപ്പോഴും വാർഡുകളിൽ പേഷ്യൻസ് ഉണ്ട്, ഇപ്പോഴും OPയിൽ ആൾക്കാർ ഡോക്ടേഴ്സിനെ കാണാൻ നിൽക്കുന്നുണ്ട്, ഇപ്പോഴും സർജറിക്ക് വേണ്ടി ആൾക്കാർ അപ്പോയിൻമെൻറ്റ്സ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്ലിയറൻസ് വരാത്തത്? അടുത്തത്,
why are some healed and others not? I feel these two questions are a little connected. യാ, ഇത്രേ ഉള്ളൂ. ഈ ദൈവം ഒരിക്കലും ഇതൊരു മെക്കാനിക്കൽ ഫോർമുലയായിട്ട് തന്നിരിക്കുന്ന ഒന്നല്ല ഹീലിംഗ് അല്ലെങ്കിൽ പ്രെയർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ മെഡിക്കൽ പ്രൊഫഷന് വേണ്ട എല്ലാ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, മെഡിക്കൽ കോളേജ്, ഹോസ്പിറ്റൽസ് എല്ലാം അങ്ങ് പൂട്ടിയിട്ടേക്ക്, ഹീലിംഗ് മിനിസ്റ്റേഴ്സ് കയറി അങ്ങ് എല്ലാവരും സൗഖ്യമാക്കിക്കും. ആ രീതിയിലല്ല ഒരിക്കലും. ജീസസിൻ്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. ജീസസ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും, പ്രത്യേകിച്ച് ജീസസ് വളർന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ എല്ലാവരെയും സൗഖ്യമാക്കിയില്ല, സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഒരു ട്രാൻസ്ലേഷൻ. അവർ കാരണം കൂടി പറഞ്ഞു, അവരുടെ അവിശ്വാസ നിമിത്തം. ഞാൻ ചോദിക്കുന്നത് എത്ര പേർക്ക് ഇപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ പോലും എത്ര പേർക്ക് വേണം? ഡോക്ടേഴ്സ് ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട്, ഞങ്ങൾക്ക് ചിലവില്ല. അല്ല, ഇത് ചെറിയ പരിപാടിയല്ലേ, ഇത് ഒത്തിരി ഇതെല്ലാം പൂട്ടിപ്പോവും. അങ്ങനെയല്ല. ദാറ്റ് ഈസ് നോട്ട് ദ വേ ഗോഡ് വർക്ക്സ്. എന്നാൽ ചില സമയങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്നൊരു കാര്യം, എന്തെങ്കിലും ഇതെല്ലാം സെർച്ച് ചെയ്യാം. ജോൺ ജി ലേക്ക് എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് സംഭവിച്ച ചിലത് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഒന്ന്, അദ്ദേഹം ഈ ബ്യൂബോണിക് പ്ലേഗ് ആഫ്രിക്കയിൽ പടർന്ന ആ സമയത്ത് അദ്ദേഹം ആഫ്രിക്കയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമും കൂടെ ഒത്തിരി പേര് മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഡെഡ് ബോഡീസ് ബറി ചെയ്യാനും രോഗികളെ ചികിത്സിക്കാനും എല്ലാം ഇവരങ്ങ് ടീമായിട്ട് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ആളുകൾ തന്നെ ഡോക്ടേഴ്സ് പോലും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്, കാരണം നിങ്ങൾക്കും ഇത് പിടിക്കും. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ സാധാരണ ലെവലിലുള്ളൊരു ഹീലിംഗ് മിനിസ്റ്റർ അല്ല, വേറൊരു ലെവലാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു ഭയങ്കര ഫെയ്ത്തിൻ്റെ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിൽ ഏതെങ്കിലും ഇതുപോലെ രോഗാണുക്കൾ വീണാൽ അപ്പം തന്നെ അത് ചത്തു പോകുന്നു, അതുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞു. അവസാനം അത് വെല്ലുവിളിച്ചു. അദ്ദേഹം വെല്ലുവിളിച്ചിട്ട് ചെയ്തത്, രോഗം ബാധിച്ചൊരു മനുഷ്യൻ്റെ ലങ്സിനകത്ത് നിന്ന് അതിൻ്റെ ഫോം എടുത്തിട്ട് കയ്യിലിട്ട് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ചു. ഞാൻ കേട്ടിരിക്കുന്നതാണ്. പക്ഷെ അവർക്ക് മൈക്രോസ്കോപ്പിൽ കാണാം അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് ഇത് വീഴുന്ന സമയത്ത് തന്നെ ഇത് ചാകുന്നു. അദ്ദേഹം വിശ്വസിച്ചിങ്ങനെ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് എനിക്ക് രോഗം വരില്ല. അപ്പോൾ ഈ ഫെയ്ത്തിന് പല ലെവൽസുണ്ട്. അപ്പോൾ ഇദ്ദേഹമൊക്കെ എൻ്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഇരിക്കുന്ന ആളാണ്. നമ്മളൊന്നും ഒരുപക്ഷെ അങ്ങോട്ടൊന്നും എത്തിയിട്ട് പോലും ഉണ്ടാവില്ല. ഇത് കണ്ടു, മനസ്സിലായി, ഇത് മരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയാണ്. ഈ മനുഷ്യൻ അതിനുശേഷം 1915 തോന്നുന്നു, 15 മുതൽ 20 വരെയാണ് വാഷിങ്ടണിലെ സ്പോക്കീൻ എന്ന് പറയുന്ന സിറ്റിയിൽ വന്നു. അവിടെ ഹീലിംഗ് റൂംസ് സ്റ്റാർട്ട് ചെയ്തു. ഹീലിംഗ് റൂംസ് പറഞ്ഞാൽ ഓരോ റൂമുകളിൽ രോഗികളെയും കൊണ്ടുവരിക. അവർക്ക് അവരുടെ ബൈബിളിൽ നിന്നുള്ള വേർഡിൻ്റെ ടീച്ചിങ്സ് കൊടുക്കും, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കും, അവരുടെ ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യും, ഇവർ സൗഖ്യമായി വീട്ടിൽ പോകും. അങ്ങനെ വന്ന് ഈ സ്പോക്കീൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ രോഗികളില്ല. അപ്പോൾ സ്പോക്കീനിലെ മേയർ ഡിക്ലെയർ ചെയ്തു ദ ഹെൽത്തിയസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സ്പോക്കീന് പേര് വിളിച്ചു. ഇത് അവിടുത്തെ മേയറാണ് പറഞ്ഞത്, നോക്കണം. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലെ വാർഡുകൾ കംപ്ലീറ്റ്, ചില ഹീലിംഗ് മിനിസ്റ്റർ പ്രാർത്ഥിച്ചു, ആ വാർഡ് കംപ്ലീറ്റ് ക്ലീനായിപ്പോയി. ചില ബ്ലൈൻഡ് സ്കൂളിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് അവിടുത്തെ എല്ലാവരും സൗഖ്യമായി. ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവം ഹോസ്പിറ്റൽസിന് വേണ്ടി മാത്രമല്ല, വെൽഷ് റിവൈവലിൻ്റെ സമയത്ത് ആ സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം ആ സ്വാൻസി, കാർഡിഫ്, ആ വെൽഷ് റിവൈവലിൻ്റെ ആ ഏരിയ ചുറ്റുവട്ടത്തുള്ള ഏരിയയിൽ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് ക്രൈം അപ്പാടെ നിന്നു. കോടതിയിൽ കേസില്ല, പോലീസിന് ജോലിയില്ല. എല്ലാ ആൾക്കാരും ചർച്ചിൽ വന്ന് പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹം പ്രാപിച്ച് ലക്ഷക്കണക്കിന് വ്യക്തികളാണ്. ഇതെല്ലാം ഹിസ്റ്ററിയിലുള്ള സാധനങ്ങളാണ്, ഇത് ഉണ്ടാക്കി പറയുന്നതല്ല. യു ക്യാൻ സെർച്ച്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അവിടെ നേരിട്ട് നിങ്ങൾക്ക് വെയിൽസിൽ പോയി ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കും. ഞങ്ങളത് പോയി കണ്ടിട്ടുണ്ട്. സോ ഇതെല്ലാം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഇപ്പോൾ ഓറൽ റോബർട്ട്സ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു, കെന്നത്ത് ഹേഗിൻ എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിട്ടുണ്ട്, കാത്രീൻ കുൾമാൻ, ഏമി സെമ്പിൾ മക്ഫേഴ്സൺ, മറിയ വുഡ്വർത്ത് എറ്റർ, അതുപോലെ വില്യം ബ്രാനം, ജോൺ അലക്സാണ്ടർ ഡോവി തുടങ്ങി എത്രയോ ഹീലിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്ത്. ഈ TL ഓസ്ബോൺ എന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയിൽ വന്നിട്ട് ഈ കാലൊക്കെ
6 ഇഞ്ചൊക്കെ ഒരു കാലിന് ഏറ്റക്കുറച്ചിലുള്ള, ഒരു കാല് ഷോർട്ടാണ്, അങ്ങനെയുള്ളതൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഈ ഇരുമ്പിൻ്റെ അന്നത്തെ ചില ഫിറ്റിംഗ് ഒരു സ്ട്രക്ചറൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. അതെല്ലാം അഴിച്ച് അതെല്ലാം ഇപ്പോഴും ടൾസയിൽ ഓഫീസിലിരിക്കും. ഞാൻ കഴിഞ്ഞ വർഷം ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ അവർക്ക് ഒരു പെർട്ടിക്കുലർ ഒരു മ്യൂസിയം ഉണ്ട്, ഹോളി സ്പിരിറ്റ് റിസോഴ്സ് സെൻറ്റർ. കേട്ടിട്ടുണ്ട്. അവിടെ ലിറ്ററലി ലോകമെമ്പാടും കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന ദേവദാസന്മാർ അവരുടെ ഫുൾ മിനിസ്ട്രിയുടെ ഹീലിംഗ് റിപ്പോർട്ട്സിൻ്റെ വിത്ത് പ്രൂഫ് അവിടെ ഓരോ സാധനങ്ങളും ലൈക്ക് ആർട്ടിക്കിൾസ് ഉണ്ട്, അതിൻ്റെ റിപ്പോർട്ട്സ് ഉണ്ട്, ഇതെല്ലാം കാണാൻ സാധിക്കും വിത്ത് ബുക്സ് ആൻഡ് എവറിത്തിങ്. ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. ഇറ്റ്സ് അമേസിങ്. ഇതുപോലെ എത്രയോ സ്ഥലങ്ങൾ റെക്കോർഡുകളുണ്ട്, പ്രൂഫില്ലാതെ അല്ല. പക്ഷേ എൻ്റെ ചോദ്യം, ഈ ചോദിക്കുന്നവർക്ക് ഇതിൽ വാസ്തവത്തിൽ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ ദർ ആർ അവന്യൂസ്, ഈവൻ സൈറ്റുകൾ, ചാനലുകൾ, ഇതുപോലുള്ള മ്യൂസിയങ്ങൾ, മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലുകളിലുണ്ട്. ഈ സൗഖ്യം കിട്ടിയെന്ന് പറയുന്നവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ദർ ആർ വേസ്. ഒരു ചോദ്യം കൂടി എന്നോട് ചോദിച്ചായിരുന്നതാണ്, എല്ലാ ആളുകളും സൗഖ്യം പ്രാപിക്കുന്നില്ല, ചിലർക്ക് സൗഖ്യം കിട്ടുന്നില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എ സാറ്റിസ്ഫാക്ടറി ആൻസർ ടു ഇറ്റ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ദർ കുഡ് ബി മെനി ഫാക്ടേഴ്സ്. ഇതിൻ്റെ മെയിൻ ഒരു കാര്യം വിശ്വാസമാണെന്ന് എല്ലാവർക്കും അറിയാം. ഫെയ്ത്ത് ഹീലിംഗ് ആണല്ലോ ഇത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആളുടെ വിശ്വാസമാണോ, പ്രാർത്ഥിക്കപ്പെടുന്ന ആളുടെ വിശ്വാസമാണോ, കൂടെ വന്ന ആളുടെ ഇതിന് ഒത്തിരി ഉണ്ട്. ഇതിന് പലതിനും പല കോണ്ടെക്സ്റ്റുകളിലും പലതിനും ഇംപ്ലിക്കേഷൻ ഉണ്ട് താനും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശുവിൻ്റെ കാലത്ത് പോലും യേശുവിനെ എല്ലാവരും സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഇതിന് കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട് അവരുടെ അവിശ്വാസം നിമിത്തം. ഇപ്പോൾ ഇവർ പറയല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഹോസ്പിറ്റലാണ് കാലിയാക്കിക്കൂടെ? ഒരു ഹോസ്പിറ്റലിലേക്ക് വന്ന് എത്ര പേര് പ്രാർത്ഥിക്കാൻ സമ്മതിക്കും? എനിക്കും വേണ്ട ഇങ്ങനത്തെ പരിപാടി, ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് അവർ പറയില്ല. അവിടെ വെച്ച് തന്നെ എൻ്റെ അടുത്ത് ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് സൂപ്പർ. ഹോസ്പിറ്റലിൽ ഉള്ള ആളുകളിൽ ഇനി ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ എങ്ങാലും ഒരാൾ സൗഖ്യമാക്കി മൊത്തം കാലിയാക്കി എന്നിരിക്കട്ടെ, ആ ഹോസ്പിറ്റൽ അധികാരികളുടെ മാനേജ്മെൻറ്റ് ഇയാളെ വെറുതെ വെച്ചേക്കോ? നമ്മുടെ പണ്ട് ഭൂതഗ്രസ്തന്റെ ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ ഭൂതം പോയി കഴിഞ്ഞപ്പം പന്നികളിലോട്ട് പോയി. അന്നേരം പന്നിയെ വളർത്തുന്നവരുണ്ടാക്കി, അവർക്ക് ബിസിനസ് പോയി. മാത്രമല്ല അവിടുത്തെ ആള് പറഞ്ഞു ഈ നാട്ടിലോട്ട് ഇനി ജീസസ് തിരിച്ചു വരരുതെന്ന് പറഞ്ഞു. വഞ്ചി കയറ്റി വിട്ട് പൊക്കോളാൻ പറഞ്ഞു. കാരണം അവിടെ അത്രയും വർഷം ഒരു ഒരു നൈറ്റ് മെയർ ആയിരുന്നൊരു മനുഷ്യനാണ് സൗഖ്യം കിട്ടിയത്. ഭൂതം ബാധിച്ചൊരു മനുഷ്യൻ, ഒരാൾക്കാളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അയാൾ സൗഖ്യമെങ്കിൽ മറു സൈഡിലൊരു ബിസിനസ് തകർന്നു. സോ ഇതൊക്കെ വെറുതെ ചോദിക്കാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിൽ ശരിക്കും ഒരു ഹാർട്ടോടുകൂടെ ദൈവത്തെ അന്വേഷിക്കുകയും ഓപ്പൺ ഹാർട്ടോടുകൂടെ ഇതെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ രോഗസൗഖ്യം എന്ന് പറയുന്നതിൻ്റെ വേണ്ട കാര്യത്തിൻ്റെ അവശ്യ ഘടകം എന്ന് പറയുന്നത് വിശ്വാസം. അതൊരു ഏക കാരണമല്ല, പല കാരണങ്ങളുണ്ട്. വിശ്വാസം മാത്രം ഒരു ഏക കാരണമല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ വിശ്വസിച്ചാലും ചിലപ്പോൾ സൗഖ്യമില്ലാതെ പോകാം. കാരണം അത് മാത്രമല്ല, വേറെ പലതും ഉണ്ട് അതിൻ്റെ കൂടെ. ഈ ജ്ഞാനത്തിൻ്റെ പല തലങ്ങൾ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. അത് മാത്രമല്ല, ചില സമയത്ത് അൾട്ടിമേറ്റ്ലി ദൈവത്തിൻ്റെ ഒരു പദ്ധതി കൂടിയുണ്ട് ഇതിനകത്ത്. സോവറിനിറ്റി ഓഫ് ഗോഡ്. അതിനെ നമുക്ക് സമ്മതിച്ചേ പറ്റത്തുള്ളൂ. ചിലപ്പം ആ ആൾ മരണത്തിലൂടെ തന്നെ കടന്നു പോകേണ്ടതായിട്ട് വന്നേക്കാം. കാരണം അയാളല്ലാതെ ചിരഞ്ജീവിയായിട്ട് ജീവിക്കാൻ പോകുന്നില്ലല്ലോ ഇവിടെ. അപ്പം അതുകൊണ്ട് അതും ഒരു കാരണമായിരിക്കാം. ഇൻ സം ടൈംസ് ഈ സൗഖ്യത്തെക്കാളൊക്കെ വലുതായിരിക്കാം ദൈവത്തിൻ്റെ എന്താ പറയുക കൃപയും, മനസ്സിലായ ദൈവത്തിൻ്റെ ശക്തിയൊക്കെ. അതിന് ഉദാഹരണമായിട്ട് ഒരിക്കൽ നമ്മുടെ പൗലോസ് തൻ്റെ ശരീരത്തിലൊരു വലിയൊരു ശൂലം അല്ലേ, അതൊരു രോഗമായിരിക്കാമെന്ന് കരുതുന്നു. അതിനെക്കുറിച്ച് ഒത്തിരി ഡിബേറ്റ്സ് ഉണ്ട്. എങ്കിലും അത് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവം പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുമ്പം എല്ലാവരും രോഗസൗഖ്യം പ്രാപിക്കാത്തതിൻ്റെ പിന്നിൽ പല പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ദൈവം നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞതല്ല, ദൈവത്തിന് അതിനേക്കാൾ ബെറ്റർ പ്ലാൻ, മറ്റ് ചില കാര്യങ്ങൾ, അതിലൂടെ ദൈവം ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങളെ നടത്തുന്നത് ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരു രോഗത്തിൻ്റെ ഒരു അവസ്ഥയിലൂടെ പോയി കുറച്ച് കഴിയുമ്പോൾ രോഗവും മാറും, അതിനേക്കാൾ കൂടുതൽ കുറേയും കൂടെ തികഞ്ഞൊരു വ്യക്തിയായിട്ട് പുറത്തു വരുന്നതും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം കുറവാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുവാൻ, രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വരികയാണ് ചിന്തിക്കുക, ആ സമയത്ത് ഇത് ദൈവത്തിന് ഹിതമാണോ അല്ലേ എന്നൊന്ന് ചിന്തിച്ച് അങ്ങനെ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥിക്കുക?
യൂഷ്വലി വി പ്രേ, ഒന്നും ചോദിക്കാതെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും. ദാറ്റ്സ് അവർ ഡ്യൂട്ടി. അതെ. അതുകൊണ്ട് സാധാരണ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. റിസപ്റ്റീവ് ആണെങ്കിൽ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറാണ് നമ്മൾ പതിവ്. പക്ഷേ ദൈവകരങ്ങളിലാണ് അൾട്ടിമേറ്റ്ലി. ഉടനെ സൗഖ്യമാകണോ, കുറേ കഴിഞ്ഞാണോ സൗഖ്യമാകേണ്ടത്, ഇതെല്ലാത്തിൻ്റെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആർക്കും ജഡ്ജ് ചെയ്യാൻ കഴിയാത്ത ഒത്തിരി പാരാമീറ്റേഴ്സ് ഇതിൻ്റെ പുറകിലുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ മിസ്റ്ററി. നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ ചുമ്മാ പറഞ്ഞ് ഇതെൻ്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ സോവറൈനിറ്റിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒരു ഒരു ഭാഗം ഒന്ന് വായിക്കണം. റോമൻസ് 9:20 and 21. റോമൻസ് 9:20-21. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചതെന്ത് എന്ന് ചോദിക്കാമോ? 21. അല്ല, കുശവന് അതേ പിണ്ണത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? ഒത്തിരി പേരിങ്ങനെ ഈ ദൈവത്തെക്കുറിച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ചിലതൊക്കെ ദൈവത്തെ അങ്ങ് ചീപ്പാക്കി, അങ്ങനൊരു ദൈവമാണെങ്കിൽ ഇങ്ങനൊരു ദൈവത്തെ എനിക്ക് വേണ്ട, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഗാന്ധി സ്വർഗത്തിൽ പോവാം. ഇപ്പോൾ പറഞ്ഞു, നമ്മളല്ല തീരുമാനിക്കുന്നത്, ദൈവമല്ല തീരുമാനിക്കുന്നത്. ഗാന്ധി ഇല്ലാത്തൊരു സ്വർഗം എനിക്ക് വേണ്ട, അങ്ങനത്തെ ഒരു ദൈവത്തെ എനിക്ക് വേണ്ട. ഞാൻ കേട്ടതാണ്. ഗാന്ധി നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഗാന്ധി സ്വർഗത്തിൽ പോകും. ഗാന്ധിജി സ്വർഗത്തിൽ പോവില്ല എന്നുള്ളത് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? അത് പറഞ്ഞതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരവാദിത്വം. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ദൈവത്തിനെതിരെ ചോദിക്കുന്ന ചോദ്യം ആ സമയത്താണ്, ഹൂ ആർ യു എ ഹ്യൂമൻ ബീയിങ് ടു ടോക്ക് ബാക്ക് ടു ഗോഡ്? ദൈവത്തോട് ചോദിക്കാൻ മനുഷ്യൻ നീ ആരാ? ദൈവം ആരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ സർവശക്തിയും സർവജ്ഞാനവും അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗ്രേറ്റ്നെസ് മനസ്സിലാകാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെ വർത്തമാനം പറയുന്നത്. ദൈവത്തെ എങ്ങാലും മനസ്സിലായാൽ ഒരു ഭയം, എന്ന് വെച്ചാൽ മോശമല്ലേ പറയുന്നത്, ഒരു ബഹുമാനവും. മനസ്സിലായോ? ഇതെല്ലാം നമുക്കുണ്ടാകും. അതുകൊണ്ട് അവിടെ പറയുന്നത്, വൈ ഡിഡ് യു മേക്ക് മീ ലൈക്ക് ദിസ്? നീ എന്തിനാ എന്നെ ഇങ്ങനെ, അതെന്തിനാ അങ്ങനെ ചെയ്ത്, ഇതെന്തിനാ ഇങ്ങനെ ചെയ്തേ എന്നിട്ട് ചോദിച്ചിട്ട് വല്ല ഉത്തരവുണ്ടോ? ദൈവത്തിന് ഇതാണ് ജോലി. സോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത ഒരു ചോദ്യം കൂടെ എല്ലാവരും സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഈ രോഗശാന്തിയിൽ വിശ്വസിക്കുന്ന, അതായത് കർത്താവിന് എന്നെ സൗഖ്യമാക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളും, ഒരുപക്ഷെ ഒരിക്കൽ സൗഖ്യം കിട്ടിയവരൊക്കെ ആയിരിക്കാം അവർ, അങ്ങനെയുള്ള വിശ്വാസികളും, അതുപോലെ രോഗശാന്തി വരപ്രാപ്തരായിട്ടുള്ള ദൈവദാസന്മാരൊക്കെ, അവർ മരിക്കുന്നത് പലപ്പോഴും ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ പരിണിത ഫലമായിട്ടായിരിക്കാം അവർ മരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം ഇത്രയും ഇതൊക്കെ പറയും, ഒത്തിരി പേരെ സൗഖ്യമാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർക്ക് രോഗം വരുന്നു, എന്നിട്ട് ചിലപ്പം അനേക വർഷങ്ങൾ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു, വേദനയിലൂടെ പോകുന്നു. പക്ഷെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ആളുകളൊക്കെ സൗഖ്യമാവുന്നുണ്ട്. പക്ഷെ ഇവർക്ക് രോഗമാണ്. അതുപോലെ തന്നെ അത്തരം രീതിയിൽ അവർ മരിച്ചു പോകുന്നൊക്കെയുണ്ട്. അതെന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഈ ഹീലിംഗ് മിറക്കിൾസ് ആർ ടെമ്പററി. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, എത്ര വലിയ രോഗസൗഖ്യം, ഇപ്പോൾ 4th സ്റ്റേജ് ക്യാൻസർ, ഒരാൾ സൗഖ്യമായി, വേണ്ട ഒരാൾ മരിച്ച ആൾ ഉയർത്തി നിന്നിട്ട്, അങ്ങനെയുള്ള ഒത്തിരി സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്നും മരിച്ച ആളുകൾ ഇന്നും ജീവിക്കുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ടെസ്റ്റിമണീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബിൽ തന്നെ ഉണ്ട് ധാരാളം ടെസ്റ്റ്, മരിച്ചു പോയവർ ജീവിച്ചതൊക്കെ ഉണ്ട്. സോ എത്ര വലിയ രോഗസൗഖ്യം കിട്ടിയാലും, എത്ര വലിയ മിറക്കിളാണെങ്കിലും, അവർ ടെസ്റ്റ് മണി പറഞ്ഞാൽ ഒരു ദിവസം അവർ വീണ്ടും മരിക്കും. അതിൻ്റെ അർത്ഥം ഓൾ മിറക്കിൾസ്, ഓൾ ഹീലിംഗ് മിറക്കിൾസ് ആർ ഓൾസോ ടെമ്പററി. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ഹീബ്രൂസ് ചാപ്റ്റർ 9:27, ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് അൺ ടു മാൻ വൺസ് ടു ഡൈ ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് ദ ജഡ്ജ്മെൻറ്റ്. ഒരിക്കൽ എല്ലാവരും മരിച്ചേ പറ്റൂ. അതിന് പല രീതിയിലായിരിക്കും. ഇപ്പോൾ ക്ഷമ പറഞ്ഞതനുസരിച്ച് എല്ലാവരും രോഗമൊന്നും മരിക്കുന്നു മസ്റ്റല്ല. രോഗം വരാതെ മരിച്ച എത്രയോ പേരുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന സമയത്തായിരിക്കും ചിലരങ്ങ് പോകുന്നത്. ഒരു രോഗമില്ലാതെ ജീവിക്കുന്ന ആൾ ജസ്റ്റ് ലൈക്ക് ദാറ്റ് മരിച്ചു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ടൈം കഴിഞ്ഞ് അവരങ്ങ് പോയി. സോ രോഗസൗഖ്യവും ഇതെല്ലാം നമുക്ക് ദൈവം നൽകുന്നത് ഇപ്പോഴത്തെ ജീവിതത്തിലെ ഒരു ആശ്വാസത്തിനും ഒക്കെ മാത്രമേ ഉള്ളൂ. അതും ഞാൻ നേരത്തെ പറഞ്ഞു,
നാച്ചുറൽ മെത്തേഡുണ്ട്, സൂപ്പർ നാച്ചുറൽ മെത്തേഡുണ്ട്, രണ്ടിൻ്റെയും കൂടി ബ്ലെൻഡുണ്ട് ഏതായാലും. അപ്പോൾ എത്ര വലിയ പാസ്റ്ററാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ ഹീലിംഗ് മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞാലും, വി ആർ ലിവിങ് ഇൻ ആൻ ഇൻപെർഫെക്റ്റ് വേൾഡ്. ഒരു രോഗസൗഖ്യമായി ചിലർക്ക് അതേ രോഗം തന്നെ വീണ്ടും വരാം. കുറേ കഴിയുമ്പോൾ ഇങ്ങനെ വീണ്ടും വരുന്ന, റിപ്പീറ്റ് ചെയ്ത് വരുന്ന രീതികളൊക്കെ കണ്ടിട്ടുണ്ട്. വീണ്ടും സൗഖ്യമായവരുണ്ട്. പല പ്രാവശ്യം അതുപോലെ വന്ന് തിരിച്ചു വന്ന് സൗഖ്യമായവരുണ്ട്. ചിലർക്ക് കിട്ടിയത് മരണം വരെ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത കേസുകളുണ്ട്. ഇങ്ങനെയെല്ലാം കേസ് ടു കേസ് ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഈ രോഗശാന്തി പ്രാപ്തരായിട്ടുള്ള ആളുകൾക്ക് അവർ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നു കരുതിയിട്ട് അവർക്ക് രോഗം വരാം. കാരണം നേരത്തെ പറഞ്ഞ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് അവർ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അതിനകത്ത് യേശു കർത്താവിൻ്റെ തന്നെ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവ് ഒത്തിരി രോഗികളെ സൗഖ്യമാക്കി. പക്ഷേ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള യെശയ്യാവ് പറഞ്ഞിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കാണുന്നത് അവൻ രോഗം ശീലിച്ചവനുമായിരുന്നു. എന്നതിൻ്റെ അർത്ഥം യേശു രോഗിയായിരുന്നു എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. രോഗത്തിൻ്റെ അവസ്ഥകളൊക്കെ ആ ബോഡിയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഇത്രയുള്ള എനിക്ക് മനസ്സിലായിടത്തോളം നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഓക്കെ, നമ്മുടെ പാപങ്ങളെ, രോഗങ്ങളെ അവൻ്റെ ശരീരത്തിൽ അവൻ എടുത്തു. യേശു സിക്കായിരുന്നു എന്നുള്ളത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗസൗഖ്യ ശുശ്രൂഷ ചെയ്യുന്ന ആളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചല്ല രോഗസൗഖ്യം നടക്കുന്നത്. അത് ഒരു ബന്ധുവില്ല ഇതുമായിട്ട്. He is being used as a channel. That's all. ചില സമയത്ത് എൻ്റെ ശരീരത്തിൽ എനിക്ക് അത്ര നല്ല സൗഖ്യം ഇല്ല. ആ സമയത്ത് ഒരു രോഗി എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ചിലപ്പോൾ യാത്രാക്ഷീണം കൊണ്ടോ അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ശരിക്കും നേരെ നിന്ന് പ്രാർത്ഥിക്കാൻ പോലുള്ള ശക്തി ശരീരത്തിലില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരാളാണെങ്കിൽ മുമ്പിൽ വന്ന് രോഗി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് ചിന്തിക്കുന്നത്, എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയാണ്, ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള യോഗ്യത പോലും എനിക്കുണ്ടോ? നീ നിൻ്റെ രോഗം ആദ്യം സൗഖ്യമാക്ക്. ചോദിക്കുന്ന സാധാരണ പറയുന്നത്, എടാ നിൻ്റെ രോഗം നീ ആദ്യം സൗഖ്യം, എന്നിട്ടല്ലേ വേറൊരാളെ സൗഖ്യമാക്കാൻ പോകുന്നു. നീ തന്നെ രോഗിയാണല്ലോ. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്, ദൈവമാണ് ഇതിൻ്റെ ആളെന്ന് പറയാനുള്ള കാര്യം ഇതാണ്. എൻ്റെ ശാരീരിക അവസ്ഥയോ ആരോഗ്യമോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ഗ്രേസ്. ശരിക്കും the basis for healing ministry is Matthew 14:14. Love and compassion. അവന് കരുണ തോന്നിയിട്ട്, കർത്താവിൻ്റെ സ്നേഹവും മനസ്സലിവുമാണ് രോഗികളെ സൗഖ്യമാക്കുക. അതല്ലാതെ ദിസ് ഇസ് നോട്ട് മാജിക്. ഈ ഇന്ദ്രജാല പരിപാടി അല്ലത്. ഇന്ദ്രജാലമോ മന്ത്രവാദമോ അല്ല ദൈവിക രോഗസൗഖ്യം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. ദൈവം കരുണ തോന്നിയിട്ട് ചിലരെ സൗഖ്യമാക്കുക. ദൈവത്തിൻ്റെ മനസ്സലിവാണ് അവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ ഗ്രേസ്, ഫേവറാണ് അവിടെ ഒഴുകുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ബേസ് നമ്മൾ മനസ്സിലാക്കിയാൽ അറിയാം, ഈ പ്രാർത്ഥിക്കുന്ന ആളെ പോലും അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതെ, എനിക്കൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഡോക്ടർ TGS ദിനകരൻ്റെ കാര്യമാണ്. ദിനകരൻ അങ്കിൾ ശാരീരികമായിട്ട് അല്ലെ പലവിധ അസുഖങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുന്ന സമയത്തും ക്രൂസൈഡുകളിൽ താൻ പലപ്പോഴും രണ്ടുപേരെ പിടിച്ചുകൊണ്ട് വന്നാണ് നിർത്തുന്നത്. അതെ, പുൾപിറ്റിന്റെ അവിടെ കാലെടുത്ത് ആ ഒരു പൊക്കമുള്ള ഒരു സ്ഥലത്ത് കാലെടുത്ത് വെച്ചാൽ പിന്നെ ഫയറാണ് ആള്. വലിയ ശുശ്രൂഷകൾ, ആയിരക്കണക്കിന് ആളുകൾ ആണ് ഒരൊറ്റ സെഷനിൽ തന്നെ സൗഖ്യമൊക്കെ പ്രാപിക്കുന്നത്. പക്ഷെ താൻ തൻ്റെ ശരീരത്തിൽ രോഗത്തിലൂടെയാണ് താൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ രോഗസൗഖ്യം നടത്തുന്ന ആൾ നമ്മളല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് ഒഴിവൊഴിവ് ഇല്ലാതെ അങ്ങനെയൊന്നും കിട്ടുന്നില്ല നമുക്ക്. പകരം ആ രോഗത്തിൻ്റെ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുമ്പോഴും അവർ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന വിശ്വസ്തതയും അതിനുവേണ്ടി കൊടുക്കുന്ന ത്യാഗമനോഭാവവും അതിനൊക്കെയാണ് കർത്താവ് എന്താ പറയുന്നത് വിലയിടുന്നതും. അതിനനുസരിച്ചിട്ടാണ് അവരുടെ ശുശ്രൂഷ ദീർഘകാലയളവിലേക്ക് നീണ്ടു നിൽക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയത്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കോട്ട് എന്ന് പറഞ്ഞാൽ ഗോഡ് ഇസ് ലവ്. ഞാൻ ക്ലാസ് റൂമിലായിരുന്നപ്പോൾ ടീച്ചർ ബോർഡിൻ്റെ മുകളിൽ എഴുതും ഗോഡ് ഇസ് ലവ്. ടീച്ചർ ചില സമയത്ത് സ്റ്റുഡൻറ് ബോർഡിൽ എഴുതും ഒരു കോട്ട് പോലെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോ കോട്ട് എഴുതല്ലോ. അപ്പം അങ്ങനെ ഗോഡ് ഇസ് ലവ് എന്നൊക്കെ പറഞ്ഞ് എഴുതും. അപ്പം ആൾക്കാരുടെ ചോദ്യം ഇതാണ്, ഇത്രയും നമ്മളെ സ്നേഹിക്കുന്ന, ഭൂമിയെ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കർത്താവ് ഇവിടെ ഡിസീസസ് അലൗ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോഴും രോഗികളുള്ളത്? ആ ദൈവത്തിൻ്റെ ഹാർട്ട്
ക്യാരക്ടർ അങ്ങനെ കാണിക്കുന്നുണ്ടോ? ഡസ് ഇറ്റ് പോർട്രേ ഗോഡ് ആസ് എൻ ഈവിൾ ഗോഡ്? ആക്ച്വലി ഇതൊരു ഇത്തിരി കുറേ ബാക്കിലേക്ക് പോയാലേ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൻ്റെ റൂട്ട് കോസ്. ഗോഡ് ഈസ് നോട്ട് ദി ഓഥർ ഓഫ് സിക്നെസ്. ഗോഡ് ഈസ് നോട്ട് ദി ഓഥർ ഓഫ് ഈവിൾ. ദൈവസ്നേഹം തന്നെയാണ്. ഈ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആവർത്തിച്ച് ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യം, വി ആർ ലിവിങ് ഇൻ എ ഫോളൻ വേൾഡ്, അൻ ഇംപെർഫെക്റ്റ് വേൾഡ്. എങ്ങനെ ഇത് സംഭവിച്ചു? മനുഷ്യൻ ദൈവത്തിനെതിരെ പാപം ചെയ്തു, ഒരു വീഴ്ചയുണ്ടായി. ദിസ് ഈസ് കോൾഡ് ദ ഫോൾ ഓഫ് മാൻ. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് സെയ്റ്റൻ എന്ന് പറയുന്ന ഒരാളാണ്. സെയ്റ്റൻ ആരാണ്? ഒരു ഏഞ്ചലായിരുന്നു, വലിയൊരു പൊസിഷനിലുള്ള ദൈവം ഭാഗത്ത് നിന്നിരുന്ന ഒരു ഏഞ്ചലായിരുന്നു. ആ ഏഞ്ചൽ മനുഷ്യനെ കൂടെ ടെംപ്റ്റ് ചെയ്ത് പാപത്തിൽ വീഴ്ത്തി. ഇത് വായിക്കാൻ പറ്റുന്ന നമുക്ക് വായിക്കാൻ കഴിയുന്നത് ജനസിസ് ചാപ്റ്റർ 3 എന്ന് വെച്ചാൽ ബൈബിൾ തുറക്കുമ്പോൾ ആദ്യത്തെ പുസ്തകം അതാണ് ജനസിസ്, ഉൽപ്പത്തി. അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ ആ വീഴ്ചയിലാണ് ഇതെല്ലാം സംഭവിച്ചത്. സോ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, Satan is the father and sin is the mother of sickness. ഇതൊരിക്കലും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല. ഇറ്റ് ഈസ് നെവർ കമ്മിങ് ഫ്രം ഗോഡ്. ഗോഡ് ഈസ് ലവ് മീൻസ് ഗോഡ് ഈസ് ലവ്. അതൊരു തെറ്റുമില്ല. ഈ ആളെ പലപ്പോഴും നമ്മൾ കാണുന്നില്ല. ഈവിളിൻ്റെ സോഴ്സായി നിൽക്കുന്ന ഒരു ഡെവൾ ഉണ്ടെന്നുള്ള ഇതുകൂടി വരുമ്പോഴേ ഫുൾ പിക്ചർ കിട്ടും. ദൈവത്തിൽ നിന്ന് ഒരിക്കലും രോഗം വരുന്നില്ല, ദൈവത്തിൽ നിന്ന് ഒരിക്കലും പാപം വരുന്നില്ല, ദൈവത്തിൽ നിന്ന് ഒരിക്കലും ഈവിൾ വരുന്നില്ല. ദർ ഇസ് നത്തിങ് ബാഡ്, നത്തിങ് ഈവിൾ ഇൻ ഗോഡ്. ഇതെല്ലാം വരുന്ന മറ്റൊരു സോഴ്സുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് ഇത് അറിയാത്ത ആളുകൾ ചെയ്ത്, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു യുദ്ധം ഉണ്ടായി, ഇറാനും ഇസ്രായേലും ഇപ്പോൾ എല്ലാം കൂടി അടിക്കുക. ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദൈവം അനുവദിക്കുന്നു? ചോദ്യം. ഒരാൾ എവിടെയെങ്കിലും ആക്സിഡൻറ്റ് മരിച്ചു, ദൈവം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനെയാലും മരിച്ചു. അപ്പം ഞാൻ പറയുന്നത് 1 John chapter 5 verse number 19-20 ഒക്കെ വായിക്കുന്ന സമയത്തോടെ ദ ഹോൾ വേൾഡ് ഈസ് അണ്ടർ ദ ഈവിൾ വൺ. ഇന്ന് ഈ പൈശാചിക ശക്തികളാണ് പലതും കൺട്രോൾ ചെയ്ത് ഒരു സീസണിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിന് കാരണം മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ അവനുമായിട്ട് കൂട്ടുകൂടി എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് ഒരിക്കലും ദൈവസ്നേഹത്തെ ഇവിടെ സംശയിക്കേണ്ട ആവശ്യമില്ല. ദൈവം അതിൻ്റെ ഓത്തറല്ല, മനുഷ്യൻ, ആദ്യത്തെ മനുഷ്യ കുടുംബം ഉണ്ടാക്കി വെച്ച വിനയാണ്. അത് ചരിത്രത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ബൈബിൾ മൊത്തം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തൻ്റെ കരുണയാൽ, സ്നേഹത്താൽ അതിനൊരു റിഡംപ്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. സോ ഇത് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ നമ്പർ 1 ബൈബിൾ നന്നായിട്ട് വായിക്കുക. നമ്മുടെ തന്നെ ഒത്തിരി വീഡിയോകൾ ഇതിനോട് കണക്ട് ചെയ്ത് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചാനലിലും ഒക്കെ ആയിട്ട് സെർച്ച് ചെയ്താൽ ഇതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അടുത്തടുത്ത പോഡ്കാസ്റ്റിൽ ഒരു പക്ഷേ ഇതൊക്കെ കവർ ചെയ്യാൻ നമുക്ക് പറ്റും. പാസ്റ്റർ, വേറൊരു ചോദ്യമുള്ളത്, പല ആൾക്കാരും ചിന്തിക്കുന്നത് എല്ലാ മിറക്കിൾസും റിയൽ ആണോ? ചില മിറക്കിൾസ് ആൾക്കാർ തോന്നലുകളാണോ? അതിനെ പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയും. പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ സയൻറ്റിഫിക്കലി ചില ആൾക്കാർക്ക് ഒരു ആക്ച്വൽ മെഡിസിൻ കൊടുക്കും, മറ്റേ ആൾക്ക് മേ ബി ജസ്റ്റ് സലൈൻ വാട്ടർ ആയും കൊടുക്കുന്ന മെഡിസിൻ ആയിരിക്കത്തില്ല. രണ്ടുപേർക്കും കൊടുക്കും, രണ്ടുപേർക്കും പെർട്ടിക്കുലർ ഒരു രോഗം ഉണ്ടാവും. ഒരാൾ പറയും ഓ മെഡിസിൻ വർക്ക് ചെയ്തു, മറ്റേ ആൾക്കും മെഡിസിൻ കിട്ടിയെന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആൾ പറയും ഓ എനിക്ക് മെഡിസിൻ കിട്ടിയ വർക്ക് ചെയ്തു എന്ന് പറയും. അപ്പോൾ അതിനെ പ്ലസീബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ അതുപോലത്തെ ഒരു ഇഫക്റ്റിൽ കുറേ പേർക്ക് സൗഖ്യം കിട്ടി, എന്നാൽ പിന്നെ എനിക്ക് സൗഖ്യം കിട്ടി, ഒരു സൈക്കോളജിക്കലി അവർ അങ്ങനെ അസ്യൂം ചെയ്യുന്നതാണോ? അത് പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പം എല്ലാ മിറക്കിൾസും വാലിഡ് ആണോ? എല്ലാ മിറക്കിൾസും വാലിഡ് ആണ്. അതായത് ടെസ്റ്റിമണി പറയുന്ന എല്ലാ മിറക്കിൾസും ചിലപ്പോൾ റിയൽ ആകണമെന്നൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സ്പിരിച്വൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഇമോഷണൽ ഹൈ എന്നൊക്കെ സാധാരണ പറയുന്ന പോലെ ചിലർ അങ്ങ് എക്സൈറ്റഡ് ആവും. പെട്ടെന്ന് ഐ എം ഹീൽഡ് എന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് വന്ന് മൈക്കെടുത്ത് ഐ എം ഹീൽഡ് എന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും ആ ഒരു ബോഡിയിലത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത് കാണണമെന്നില്ല. ബൈ ഫെയ്ത്ത് അങ്ങ് പറയുവാണ്. കുറേ കഴിയുമ്പോഴേക്കും വീണ്ടും പഴയ ലക്ഷണങ്ങൾ ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഐ എം ബാക്ക് ടു നോർമൽ എന്നുള്ളത് പഴയ പോലെ ആവാം. അങ്ങനത്തേത് ഉണ്ടാവാം, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നൊരു രീതി, ബ്ലെസ്സിങ് ടുഡേയിലെ സാധാരണ നമ്മൾ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസൊക്കെ നടത്തുന്ന സമയത്ത് പലപ്പോഴും
99% നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി, അവർക്കൊരു സൗഖ്യം കിട്ടി, ആ സൗഖ്യം വെരിഫൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങളോ എടുത്ത ശേഷം അവരൊന്ന് ടെസ്റ്റിമണി പറയും. 6 മാസത്തിന് മുമ്പ് ടി വിയിൽ ഇങ്ങനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ ഇന്ന മീറ്റിങ്ങിൽ ഞാൻ വന്നപ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്ലസീബോക്ക് ഒന്നും പ്ലസീബോയുടെ കാലമൊക്കെ കഴിഞ്ഞു. അതെ, 6 മാസം കഴിഞ്ഞ്. അപ്പം ഞാൻ സാർ ലേറ്റ് ഫീ ഉണ്ട് കേട്ടോ എന്ന് ഞാൻ ജോക്കായിട്ട് പറയുന്നത്. ചില ആൾക്കാർക്ക് 10 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് സാക്ഷ്യം പറഞ്ഞവരുണ്ട്, വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ദൂരെയാണ്, വേറെ രാജ്യത്താണ്. ഇന്നലെ തന്നെ ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. അപ്പം ആ ഷോപ്പിൽ ഒരു ടെക്സ്റ്റൈൽ ഗേളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലേഡി, അവർ ഓടി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ദൈവം വർഷങ്ങളുമായിട്ട് എനിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, അങ്ങനെ ഇവിടുത്തെ പ്രെയർ ഡയറി ആരോ മുഖേന കിട്ടി, അങ്ങനെ പ്രാർത്ഥിച്ചു. ആദ്യത്തേത് ഒരു മോനും പിന്നെ ഒരു മോളും. അപ്പം പാസ് ഡാമിൻ്റെ മദർ കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മോനെയൊക്കെ കർത്താവ് തന്നില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ 2 കുട്ടികളുണ്ടായിട്ട് അപ്പോൾ അവർ ഇന്നലെ എന്നോട് പറയുമായിരുന്നു, ഞാൻ പക്ഷെ ഒരു ദിവസം വരുന്നുണ്ട് അവിടെ വന്ന് ടെസ്റ്റ് മണി പറയാൻ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലൊക്കെ ആയി. അപ്പോൾ 10 വർഷമൊന്നുമല്ല, അതിലും കൂടുതൽ 2 കുട്ടികൾ വരെയായി. ഒത്തിരി ആളുകളും ടെസ്റ്റ് മണി പറയാത്തവരുണ്ട്. കുഞ്ഞുങ്ങളുണ്ടായ സാക്ഷ്യം കേൾക്കുന്ന പലരും വിശ്വസിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അവർക്കറിയാം അവർ പോയ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളോ അതും ഇതൊക്കെ എടുത്തിട്ട് ഒന്നും നടക്കാതെ. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, തിരുവനന്തപുരം ഭാഗത്ത് കാട്ടാക്കടയിൽ 2 കുഞ്ഞുങ്ങളുമായിട്ട് വരിക. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗ്രാൻഡ് ചിൽഡ്രൻ ആണല്ലേ എന്ന് ചോദിച്ചു. കാരണം തല നിറച്ചിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചത് കുട്ടികളുടെ പാരൻസ് വന്നിട്ടില്ല, ഗ്രാൻഡ് പാരൻസ് സാക്ഷ്യം പറയാൻ കൊണ്ടുവരും. അവരായിരുന്നു പാരൻസ്. അപ്പോൾ 50s അവർ, തലയെല്ലാം നിറച്ചിരിക്കുന്നു. 2 കുട്ടികൾ. ഇപ്പോൾ 2 കുട്ടികൾ സാധാരണ ഈ IVF പോലെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായാൽ ചിലപ്പോൾ 2 ഇങ്ങനെയൊക്കെ വരാം. ഇവരതും പോയിട്ടില്ല, ഒന്നിനും പോയിട്ടില്ല. അപ്പോൾ ഇതുപോലെ എത്രയോ നമ്മൾ കേട്ടിരിക്കുന്നു. ഇപ്പോൾ പ്ലസീബോ രീതിയിൽ ചിലർക്ക് കണ്ടേക്കാം, നമ്മൾ എല്ലാം ഒന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധ്യമല്ല. പക്ഷേ there are genuine miracles. അത് നമ്മൾ ആയിരക്കണക്കിന്, ഞാൻ സാധാരണ പറയാറുണ്ട്, ബ്ലെസ്സിങ് ടുഡേയുടെ നമ്മുടെ എഡിറ്റിംഗ് റൂമിൽ പഴയ ടൈപ്പ്, ഇപ്പോൾ നമ്മൾ ഇതൊന്നും അല്ലല്ലോ, ഇപ്പോൾ ചെറിയ കാർഡുകളൊക്കെയാണ്. പണ്ട് കസറ്റ് ടേപ്പ് പോലത്തെ, അതിനെന്താ പറയുന്നത്, കുറേ ഉണ്ടായിരുന്നൊരു കാലമുണ്ടല്ലോ. VHS കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ഇത് വന്ന് ചെറിയത് ഇത്രയുള്ളൊരു സാധനം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്. അങ്ങനത്തതൊക്കെ 100 കണക്കിന് അടുക്കി വെച്ചിരിക്കുക. അതിൽ ആയിരക്കണക്കിന് ടെസ്റ്റ് മണീസ് ഉണ്ട്. ഇത് പലത് എഡിറ്റ് ചെയ്ത് ഇന്നുവരെ എടുത്തിട്ട് പോലുമില്ല. കാരണം റെക്കോർഡ് ചെയ്ത് ഓരോ മീറ്റിംഗ് കഴിഞ്ഞ് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനിടയിലും ചിലത് വളരെ ജെനുവിനായിരിക്കാം, ചിലത് പ്ലസീബോ ആയിരിക്കാം. പക്ഷേ ഓരോരുത്തർക്കും അവരവർക്ക് കിട്ടിയതൊരു വലിയ അനുഭവമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു രോഗസൗഖ്യ ശുശ്രൂഷ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ചിലർ പറയാൻ ഇതിനെതിരെ വലിയ വലിയ നിയമങ്ങളുണ്ട്, നടപ്പാക്കാനായിട്ട് പാടില്ല, ചെയ്യാനായിട്ട് പാടില്ല. അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതോടൊപ്പം തന്നെ അത് എന്തുകൊണ്ടാണ് അപ്പോഴും ഇത്തരം നിയമങ്ങളുണ്ടെങ്കിൽ ആ നിയമങ്ങളുള്ളപ്പോൾ തന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ ശുശ്രൂഷ ഇപ്പോഴും തുടരുന്നത് എന്ന് പറയുന്നൊരു സംശയം കൂടിയുണ്ട്. ചില രാജ്യങ്ങളിൽ, ഈവൻ ഇന്ത്യയിൽ പോലും ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ, അതായത് ഈ അത്ഭുത സിദ്ധികൾ, അതിനുള്ള ചില സാധനങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാശ് പിരിപ്പിക്കുക, അങ്ങനെയുള്ള മാൽ പ്രാക്ടീസുകൾ ഒത്തിരി നടത്താറുണ്ട്. ഇത് ആക്ച്വലി ദിസ് ഇസ് ടു പ്രിവെൻറ്റ് മാൽ പ്രാക്ടീസസ്. വ്യാജ രീതിയിലുള്ള പ്രചരണങ്ങളും ഒക്കെ നടത്തി ജനങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമങ്ങളാണിത്. ഈവൻ നമ്മൾ ചില TV പ്രോഗ്രാംസിൽ എപ്പിസോഡ് കൊടുക്കുമ്പോൾ ചില വർഷങ്ങളായിട്ട് അവർ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ലാസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, സെൻസർ ചെയ്യും, ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല, സാക്ഷ്യങ്ങൾ ഇടാൻ പാടില്ല, ഇങ്ങനെ അത്ഭുതമായി നിയമങ്ങളുണ്ടെന്ന് പറയും. അത് സെൻട്രലി ഈവൻ ചില ക്രിസ്ത്യൻ ചാനൽസിൽ പോലും നമ്മളെ വിലക്കിയിട്ടുണ്ട്. അതെ. അപ്പോൾ പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഇന്ത്യയിൽ മിക്കവാറും മതങ്ങളിലെല്ലാം ഇതുപോലുള്ള രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള എല്ലാ മതങ്ങളിലും അവരുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി, ഡിവോട്ടീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഗുരുക്കന്മാരും സന്യാസിമാർക്കും എല്ലാ മതങ്ങളിലും ഉണ്ട്. ഒന്നുകിൽ അത് നിയമമുണ്ടെങ്കിൽ മൊത്തം ബാൻ ചെയ്യണം, ഈ ആരും പ്രാർത്ഥിക്കുകയും ചെയ്യരുത്, ആരും. ഇപ്പോൾ ഒരാൾ കഷ്ടപ്പെടുന്നു, ഒരാൾ മരിക്കാൻ പോകുന്നു, കുറേ പ്രാർത്ഥിക്കുന്ന ആളുകൾ വന്ന് പ്രാർത്ഥിച്ചു, അയാൾക്ക് സൗഖ്യം കിട്ടിയത് നല്ലതല്ലേ. അതേ സമയത്ത് മര്യാദക്ക് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ രോഗികളെ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, ഇത്ര രൂപ തന്നാൽ
ഇന്ന വിദ്യകൾ ചെയ്താൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പൈസ ചൂഷണം ചെയ്യുക. ദാറ്റ് ഈസ് റോങ്. അപ്പം നിയമം എവിടെ വരെ എത്തുന്നു, എന്തിനെയാണ് നിയമം നിരോധിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ തെറ്റായതിനെ, മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിനെ, കാശ് തട്ടുന്നതിനെ, വ്യാജത്തരം കാണിക്കുന്നതിനെ തീർച്ചയായിട്ടും നിരോധിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ക്രൈസ്തവ രീതിയിൽ സാധാരണ ബിബ്ലിക്കലി ചെയ്യുന്നത് ഒന്നും പൈസ തട്ടാനല്ല, അവർക്ക് ഗുണമുണ്ടാകാൻ, അവർക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനെ നിയമം കൊണ്ട് നിരോധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളൊന്നും ഇവിടെ ഇരിക്കില്ല, ഇപ്പോൾ ജോലി കിടക്കേണ്ടതല്ലേ ഓൾറെഡി, അത്രയും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ ഈ ഭാഗത്തൊരു അപ്പോസിൽസിൻ്റെ ഒരു അപ്രോച്ച് നമുക്കൊന്ന് നോക്കണം, നല്ലതാണ്. ആക്സ് 4 ഇതുപോലെ തുടക്കമാണ്. ആ സമയത്ത് ഈ ജീസസിൻ്റെ ഡിസൈപ്പിൾസ് പീറ്റർ, ജോൺ ഇവരൊക്കെ ഇതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വലിയ മിറക്കിൾസ് നടക്കാൻ തുടങ്ങി. അപ്പോൾ 13 തുടങ്ങി ഒന്ന് വായിക്കാമോ? ആക്സ് 4:13. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. കാരണം അവളുടെ സൗഖ്യമായ ആളവിടെ നിൽക്കുക, പ്രൂഫായിട്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, പക്ഷെ അവിടെ നിൽപ്പുണ്ട്. ഓക്കെ. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യർ എന്ത് ചെയ്യേണ്ടു? പ്രത്യക്ഷമായൊരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ, നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല. എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യരോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണം എന്ന് പറഞ്ഞു. നിയമം പാസാക്കുക. ഓക്കെ. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾക്കോ Which is right in God's eyes, to listen to you or to him? അവർ ചോദിച്ച ചോദ്യം ഇതാണ്. മാനുഷിക ഭരണകൂടത്തെ നിങ്ങളെ അനുസരിക്കണോ, ദൈവത്തെ അനുസരിക്കണോ? അടുത്തത് എന്താണ്? ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനനിമിത്തം വഴിയൊന്നും കാണായിക കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു. 22 ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40 അധികം വയസ്സുള്ളവനായിരുന്നു. 40 വയസ്സുള്ള ഒരാൾ അവിടെ സൗഖ്യമായിട്ട് നേരെ നിൽക്കുക. എന്നിട്ടും പറയുവാണ് നിങ്ങളിത് ചെയ്യരുത്, നിയമം. അപ്പോൾ ഒരു ഗുണമാണ് അവിടെ ഉണ്ടായത്. മുടന്തനായ ഒരു മനുഷ്യൻ സൗഖ്യമായി നിൽക്കുക, എന്നിട്ടും പറയും. പക്ഷെ അവരവിടെ പറഞ്ഞ ആ പ്രസ്താവന വളരെ ഇമ്പോർട്ടൻ്റാണ്. നിയമങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ നിയമങ്ങളുടെയും ഭരണകൂടത്തിൻ്റെയും എല്ലാം മുകളിൽ ഒരു ദൈവമാണ് ഞങ്ങളോടിത് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഞങ്ങളെ തല്ലിയാലും കൊന്നാലും, അതിനുശേഷം അവരെ ജയിലിലൊക്കെ പിടിച്ചിടുന്നുണ്ട്, ഞങ്ങൾക്കിത് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല എന്ന് വളരെ മര്യാദയോടുകൂടി അവർ പറഞ്ഞു. അതിൻ്റെ അർത്ഥം നമ്മൾ ഗവൺമെൻറ്റിനെ അനുസരിക്കരുതെന്നോ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത് ബൈബിളിൻ്റെ സ്റ്റാൻഡ് പറഞ്ഞെന്നുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. സ്മിത്ത് വിഗിൾസ്വർത്ത് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു UK-യിൽ. അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ പോയി അവിടെ കുറേ മീറ്റിങ്ങുകൾ നടത്തി. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ഹീലിംഗ് ഇവാഞ്ചലിസ്റ്റാണ്. ഭയങ്കര രോഗികളൊക്കെയാണ് അദ്ദേഹം സൗഖ്യം നിൽപ്പിൽ കാണാം. അവസാനം അവിടെയുള്ള മെഡിക്കൽ ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ കംപ്ലയിൻറ്റ് കൊടുത്തു. കാരണം അവരുടെ ജോലി പോകും. ഈ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലയിൻറ്റ് കൊടുത്തു. അതായത് മെഡിക്കൽ ഡിഗ്രി ഇല്ലാതെ, മെഡിക്കൽ ലൈസൻസ് ഇല്ലാതെ ഹീലിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യണം. ഉടനെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് രംഗത്ത് വന്നു, അദ്ദേഹത്തെ പിടിച്ചു. ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, ഹീലിംഗ് ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാസ്റ്റ് ഒരു ഇത്, ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോവുക, പക്ഷേ ലാസ്റ്റ് ഞാൻ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയില്ല, കൈവയ്ക്കുകയില്ല, ഒന്നും ചെയ്യില്ല, എനിക്കൊരു മീറ്റിംഗ് നടത്തണം. അന്ന് അദ്ദേഹം അവിടെ കയറി നിന്നിട്ട് ആരുടെയും മേൽ കൈവച്ചില്ല, തൊട്ടില്ല, ഒന്നും പ്രാർത്ഥിച്ചില്ല, പക്ഷേ രോഗികൾ സൗഖ്യമായി. ഞാൻ പറയുന്നത്, the police or the authorities, they can arrest healing evangelists, but they cannot arrest the Holy Spirit. Amen. ദൈവത്തെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? Yes. No. അപ്പം നിയമങ്ങൾ കൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യാമെങ്കിലും ദൈവം ഇനിയും സൗഖ്യമാക്കും. ഞാൻ പറയുന്നത്, ആരും പ്രാർത്ഥിച്ചില്ലേലും സൗഖ്യമാകേണ്ടവർ
അവരവരുടെ സ്ഥലത്തായാലും വിശ്വസിച്ച് സൗഖ്യമാവും. അങ്ങനെ വെന്റിലേറ്ററിൽ നിന്ന് ആളുകൾ ഇറങ്ങിപ്പോവും, ICU നിന്ന് ഇറങ്ങിപ്പോവും, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, കിടപ്പ് രോഗികൾ എഴുന്നേറ്റ് പോവും. അവർ വിശ്വസിച്ചാലും. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പറയുമ്പോഴാണ് പലർക്കും വിശ്വാസം ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് അവർ സ്റ്റാൻഡ്. എനിവേ, I just want to tell you that God is good. If you understand the right God, you will understand that He is good, He is love, He is compassionate, He is loving. ആ ദൈവത്തെ മനസ്സിലാക്കണം. അതിനാണ് ഞങ്ങൾ ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. ഇതിൽ പല ലിങ്കുകളൊക്കെ ഇടുന്നുണ്ട്. നമ്മളൊരു സെക്ഷനായിട്ട്, നമ്മളൊരു റെഫറൻസ് ലിസ്റ്റായിട്ട് യെസ് പ്ലീസ് നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക്സ് എല്ലാം നമുക്ക് ഇടാം. അപ്പം ഒത്തിരി ചോദ്യങ്ങളും ഞങ്ങൾ ചോദിച്ചു. ഇനിയും ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ മുന്നിൽ സമയമില്ല. സമയം ഒത്തിരി കൂടിപ്പോയി. അത് ഒത്തിരി കൂടിപ്പോയി. അപ്പം ഈ ഒരു അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിലും അതുപോലെ ഈ ആഴ്ചയിലും നമ്മൾ സംസാരിക്കുകയായിരുന്നു. ഈ ഒരു സംശയത്തിനുള്ള നിവാരണം ജനങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എല്ലാം ചിലപ്പോൾ മനസ്സിലായി കാണില്ലായിരിക്കും, ഇനിയും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇടുക. കൂടുതൽ അറിയാൻ വേണ്ടി ഒരുപക്ഷെ പിന്നീടുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമായിരിക്കാം. സോ ദിസ് ഈസ് ഓപ്പൺ ടോക്ക്. സത്യം പറയട്ടെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, ദയവായി ഇതൊന്ന് ഇങ്ങനെ കട്ടപ്പോയിട്ട് ജീവിക്കുന്ന ഒത്തിരി പേർക്കിട്ട് അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതിലൂടെ മറ്റുള്ളവർ കൂടെ blessed ആകട്ടെ. താങ്ക് യു വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. ബൈ.